89.6 FM Sargakshetra. സർഗക്ഷേത്ര 89.6 FM-ൽ ഉയരെയാണ് കൂടെയുള്ളത് അന്ന. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് നമ്മൾ ഉയരയിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ നമുക്ക് പരിചയപ്പെടാം. പക്ഷെ അതിനു മുൻപ് ഒരു ഇൻട്രൊഡക്ഷൻ വേണമല്ലോ. അപ്പൊ ഞാൻ ആലോചിച്ച എന്തായിരുന്നു അറിയോ, നമ്മുടെയൊക്കെ കുട്ടിക്കാലങ്ങൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കിയ കുറച്ച് ആൾക്കാരുണ്ട്. കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആലോചിക്കുന്നത് കാർട്ടൂൺസ്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ കളറാക്കിയത് എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് കാർട്ടൂൺസ് ആയിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ഒരു കാര്യം. അങ്ങനെ ആനിമേഷൻ്റെ വേൾഡിലേക്ക് നമ്മളെങ്ങനെ കൊണ്ടുപോയ വലിയ വലിയ കുറേ ആളുകളുണ്ട്. അതിലെ ഏറ്റവും എക്സ്പേർട്ടിനെ തന്നെയാണ് ഇന്ന് നമ്മോടൊപ്പം ഉയരയിൽ ചേർന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് ആനിമേഷൻ എന്ന മേഖലയെ പറ്റിയിട്ടാണ്, ഈ ഒരു മേഖലയുടെ തൊഴിലവസരങ്ങളും അതുപോലെ വളരെ സാധ്യതകളുള്ളൊരു കരിയർ മേഖലയാണ് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഈ മേഖലയെ പറ്റി, ആനിമേഷൻ എന്ന ലോകത്തെ പറ്റി നമ്മൾ ഇന്ന് ഉയരയിലൂടെ കൂടുതലായിട്ട് അറിയാനായിട്ട് പോവാണ്. സോ നമ്മുടെ ദൃശ്യം സിനിമയിൽ ആശാ ശരത് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഒരു ദൃശ്യം മനസ്സിൽ പതിയുന്ന ആഴത്തിൽ മറ്റൊന്നും പതിയില്ലാന്ന്. അതുപോലെ തന്നെയാണ് ഈ ആനിമേഷൻ ടൈപ്പ് ഓഫ് സംഭവങ്ങൾ. നമ്മുടെ മനസ്സിൽ നിന്ന് അത്ര വേഗമൊന്നും പോവില്ല അല്ലേ. കുറേ അധികം ആളുകൾക്ക് കുറേ അധികം ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇന്ന് നമ്മൾ ഈ കോഴ്സിനെ പറ്റിയിട്ടാണ് കൂടുതലായിട്ടും സംസാരിക്കാനായിട്ട് പോകുന്നത്. ഞാനപ്പോൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. വേറൊന്നുമല്ല, ഈ ആനിമേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ലാറ്റിൻ വേർഡാണ്. ഇതിനർത്ഥം ടു ഗീവ് ലൈഫ് ടു, അല്ലെങ്കിൽ ടു മേക്ക് എലൈവ്, അതായത് ജീവൻ നൽകുക എന്നുള്ളതൊക്കെയാണ്. സോ ഇങ്ങനെ ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ജീവൻ നൽകി നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരു കിടിലൻ ആനിമേറ്റർ തന്നെയാണ് ഇന്ന് നമ്മോടൊപ്പം ചേർന്നിരിക്കുന്നത്. നമുക്ക് ഒരു അടിപൊളി വെൽക്കം തന്നെ കൊടുക്കാം. വാഴക്കാല KMM കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ക്രിസ്റ്റി ബാബു ലൂക്കോസ്. ക്രിസ്റ്റി സാർ, ഹായ്. ഹലോ, നമസ്കാരം ഉണ്ട് കേട്ടോ സാർ. എങ്ങനെ പോകുന്നു നമ്മുടെ വർക്കും ജോലിയും കാര്യങ്ങളും തിരക്കുകളൊക്കെ? അടിപൊളിയായിട്ട് പോകുന്നു. അടിപൊളിയായിട്ട് പോകുന്നു. എന്തായാലും സൂപ്പർ ആയിട്ട് തന്നെ പോട്ടെ. ഞാൻ എന്തായാലും കുറച്ചധികം കാര്യങ്ങളൊക്കെ നമ്മുടെ ആനിമേഷൻ മേഖലയെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ശരി തന്നെയാണോ? നല്ല കിട്ടിലെ ഇൻട്രോ ആയിരുന്നു, ഞാൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്താ കേട്ടോണ്ടിരിക്കുന്നവരെ ഞാനിത് പറഞ്ഞ് പറയിപ്പിക്കുന്നതല്ല കേട്ടോ, ശരിക്കും സാർ പറഞ്ഞതാണ്. എന്തായാലും സാർ, നമുക്ക് എന്തായാലും കാര്യത്തിലേക്ക് കിടക്കാം. സാർ, ഇനി ആനിമേഷൻ എന്ന് പറയുന്ന മേഖല ഞാൻ പറഞ്ഞതല്ലാതെ ശരിക്കും എന്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആനിമേഷൻ എന്ന് പറയുന്ന വേൾഡ്? ഈ അനിമേഷൻ എന്ന് പറഞ്ഞ മേഖല ഈ നേരത്തെ പറഞ്ഞ ഇൻട്രോ പോലെ തന്നെ ലൈഫില്ലാത്തൊരു ഒബ്ജക്റ്റിന് ലൈഫ് കൊടുക്കുന്ന അതേ പ്രോസസ്സ് തന്നെയാണ്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ അനിമേറ്റേഴ്സിന് വേറൊരു പേരും കൂടെ സെക്കൻഡ് ഗോഡ്സ് എന്ന് സാധാരണ ചിലയിടത്ത് പറയാറുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ലൈഫില്ലാത്തൊരു ഒബ്ജക്റ്റിന് ലൈഫ് കൊടുക്കുന്ന ആളാണല്ലോ ദൈവം. അതേപോലെ തന്നെ ഈവൻ ലൈൻസ് വെച്ചിട്ട് ലൈഫ് കൊടുക്കുന്ന ആൾക്കാരായിട്ടാണ് അനിമേറ്റേഴ്സിനെ ചിലയിടത്ത് പോർട്രേ ചെയ്യാറ്. അത് കൊള്ളാട്ടോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്തായാലും ആനിമേഷൻ അല്ലെങ്കിൽ ആനിമേറ്റേഴ്സ് എന്ന് പറയുന്നത് സെക്കൻഡ് ഗോഡ് അല്ലേ, രണ്ടാമത്തെ ഒരു ദൈവം എന്ന് നമ്മൾ പറയാൻ ശരിയാണ് കേട്ടോ. നമ്മൾ ആ ഒരു ജീവൻ നൽകുക എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഒരു വിശ്വാസം അനുസരിച്ച് ദൈവമാണല്ലോ നമ്മളെല്ലാവരും സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ജീവനില്ലാത്ത വസ്തുക്കളെ ഇങ്ങനെ നമ്മുടെ മുന്നിലേക്ക് അത്ഭുതങ്ങളായിട്ട് കാണിച്ചു തരുന്ന ആനിമേറ്റേഴ്സ് തന്നെയാണ് സെക്കൻഡ് ഗോഡ്. സോ നമ്മൾ ഇനി അറിയാനായിട്ട് പോകുന്നത് സാർ, ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് ഈ ആനിമേഷൻ എന്ന് പറയുന്ന കോഴ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അവരുടെ കരിയർ ആനിമേഷൻ എന്ന മേഖലയിലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ബേസിക് ക്വാളിറ്റീസ് എന്തൊക്കെയായിരിക്കും? ഓക്കെ, ബേസിക് ക്വാളിറ്റീസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം ഏറ്റവും ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ഇതിനെ സമീപിക്കുക. കാരണം ഏതൊരു ജോലിയാണെങ്കിലും അതിനകത്തേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് ചാലഞ്ചസ് ഉണ്ടാവും, പിന്നെ കുറച്ച് ഹെക്റ്റിക് ആയിട്ട് തോന്നാം. അപ്പം ഇങ്ങനത്തെ ആ ഒരു സ്ട്രഗിള് നമ്മൾ സർവൈവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെപ്പറ്റി ഒരു നല്ല പാഷൻ വേണം. പിന്നെ നമ്മൾ വെളിയിൽ കാണുന്ന പോലെ അത്ര ഗ്ലാമർ ആയിട്ടുള്ള ഒരു സംഭവം ആയിട്ട് അത് നമ്മൾ ഇൻവോൾവ് ആയിട്ട് ചെയ്യുമ്പം അതെ നമ്മൾ അതിനകത്ത് ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു മടി ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ, കാരണം പൊതുവെ ഒരു ധാരണയുണ്ട്, അതായത് ഇതിന് വലിയ നീഡ്സ് വേണ്ട എന്നുള്ളത്, അതായത് ആർക്കും ചെയ്യാൻ പറ്റും എന്നുള്ളത്.
പക്ഷേ എൻ്റെ ഇത്രയും നാള് ഞാൻ കണ്ട സ്റ്റുഡൻസ് വെച്ച് നോക്കുവാണെങ്കിൽ അവരുടെ ഒരു പെർഫോമൻസും ഒക്കെ വെച്ച് ഇതിനകത്ത് ഒരു നല്ലൊരു പൊസിഷനിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് ചിട്ടയായിട്ടുള്ള ഒരു വർക്കിംഗ് മെന്റാലിറ്റിയും പിന്നെ ഇത് എത്ര ചെയ്താലും എനിക്കിത് ആ ചെയ്യുന്ന പ്രോസസ്സ് എൻജോയ് ചെയ്യാനുള്ളൊരു മൈൻഡ് ഇതിനകത്തൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നമ്മൾ എത്തുകയുള്ളൂ. അതുകൊണ്ട് നമുക്കൊരു ഗുണമുള്ളൂ എന്ന് വെച്ചാൽ ഇപ്പം ബിടെക് പഠിക്കുന്ന ആൾക്കാരാണ് പലയിടത്തും നമ്മൾ പല ജോബ് സ്പോട്ടിനകത്തും കിട്ടുന്നത്. എന്ന് വെച്ചാൽ അതേപോലെ തന്നെ അനിമേഷനും പല ഒരു സ്പെക്ട്രം ഉണ്ട്. ആ സ്പെക്ട്രത്തിനകത്ത് പലയിടത്തും പ്ലേസ്ഡ് ആവും, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും നമ്മുടെ ഒരു ബെറ്റർ ഒരു പൊസിഷനിൽ എത്തണം എന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ എക്സൽ ചെയ്താലേ പറ്റുള്ളൂ. അങ്ങനെ എക്സൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഈ സ്ട്രഗിള് നമ്മൾ സർവൈവ് ചെയ്യണം. കാരണം ഏതൊരു ഇതാണെങ്കിലും നമ്മൾ ആദ്യം ചെയ്യുന്ന സമയത്ത് അതിൻ്റെതായ ഒരുപാട് ചാലഞ്ചസ് ഉണ്ടാവുമല്ലോ. അപ്പം ചിലവർ അവിടെ വെച്ച് തന്നെ മടങ്ങിപ്പോവും, ചിലവരതിനെ ഒന്ന് നോക്കും, ചിലവരതിനെ അത് സർപ്പാസ് ചെയ്ത് അതിൽ മാസ്റ്റർ ചെയ്യും. അങ്ങനെ മാസ്റ്റർ ചെയ്യുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഒരു ഭയങ്കര എൻജോയബിൾ ആയിട്ടും നമ്മൾ ചെയ്യുന്ന സാധനത്തിൽ നമ്മൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു ഫീൽഡായിട്ട് ഞാൻ പറയുള്ളൂ. ഓക്കെ, അപ്പോ ബേസിക് ക്വാളിറ്റിയിൽ നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞേ മതിയാവൂ. കാരണം അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മുടെ പ്രാഞ്ചേട്ടൻ സിനിമയില് ഇന്നസെന്റ് ഏട്ടൻ പറയുന്ന പോലെ ഇത് മറ്റേ വെള്ളപ്പങ്കാടിയിൽ വെള്ളപ്പുണ്ടാക്കണ പോലെ ടീം 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല അല്ലേ സാർ? അതിനോടൊരു ഇഷ്ടം ഉണ്ടാവണം. ആ ഇഷ്ടം മാത്രം പോരാ, ആ ഇഷ്ടത്തില് അല്ലെങ്കിൽ എന്താ പറയാ ആ ഒരു ഇഷ്ടത്തെ അങ്ങോട്ട് നമ്മുടെ ലൈഫ് ലോങ് വേണം എന്നുള്ള ഒരു ഹൈ. അതെ, ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടാൽ കഷ്ടപ്പാട് തോന്നില്ല എന്ന് പറയുന്നത്. അതന്നെ, എനിക്ക് പെട്ടെന്ന് ആ വാക്ക് കിട്ടുന്നുണ്ടായില്ല. സെറ്റ്, അതന്നെ. സോ ഇന്ന് ആനിമേഷൻ എന്ന് പറയുന്ന മേഖലയെ പറ്റിയിട്ടും നമ്മൾ കുറെ കാര്യങ്ങൾ അറിയുന്നുണ്ട്. പക്ഷേ പാട്ടുകൾക്ക് ശേഷമാണെന്ന് മാത്രം. കീപ് ഓൺ ലിസണിംഗ് ടു ഉയരെ. യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് ഉയരയില് ആനിമേഷൻ എന്ന് പറയുന്ന മേഖലയെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആനിമേഷൻ എന്ന മേഖലയെ പറ്റി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ കൂടെയുണ്ട് വാഴക്കാല KMM കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ക്രിസ്റ്റി ബാബു ലൂക്കോസ്. ക്രിസ്റ്റി സാർ, അപ്പോൾ ബേസിക് ക്വാളിറ്റി നമ്മൾ അറിഞ്ഞു, നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി തന്നെ നമുക്ക് ആദ്യം വേണമെന്ന്. സാർ, നോർമലി നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ വരയ്ക്കാൻ കഴിവുള്ള ആളുകൾക്കാണ് ഈ മേഖല കൂടുതലായിട്ടും ആപ്റ്റ് ആയിരിക്കുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത്. ഇപ്പോൾ ഓരോ ദിവസവും ടെക്നോളജി ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിലും നമുക്ക് ആ ഒരു വരയ്ക്കാൻ കഴിവുള്ളവർക്ക് മാത്രമായിരിക്കുമോ ഈ ആനിമേഷൻ മേഖല ചൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്? വരയ്ക്കാൻ കഴിവുള്ളത് ഇതിലെ വലിയൊരു അഡിഷനാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വരയ്ക്കുക എന്നുള്ളൊരു സ്കില്ല് നമ്മുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ നമ്മുടെ ബ്രെയിൻ അത് അതേപോലെ തന്നെ ഒപ്പിയെടുത്ത് അത് അതിന്റെ ഇൻപുട്ടും കൂടെ ഇട്ട് റിക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ വര എന്ന് പറയുന്നത്. പിന്നെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന സാധനം ഇതിനകത്ത് നമുക്ക് എങ്ങനെ, അതായത് ഒരു ആർട്ട് എന്ന് പറയുന്നതും ജസ്റ്റ് ഒരു ഇമേജിനറി ഇല്ലെങ്കിൽ വര എന്ന് പറയുന്ന സംഭവം തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു സാധനം അതേപോലെ തന്നെ നമുക്ക് പകർത്താൻ പറ്റുമെങ്കിൽ അതൊരു വര ഇല്ലെങ്കിൽ ഒരു ഇമേജറി എന്ന് വേണേൽ പറയാം. ഇപ്പൊ AI പോലത്തെ പല സാധനങ്ങളും നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പല ഇമേജസ് എടുത്തിട്ട് അവരുടേതായ രീതിയിൽ പകർത്തും. പക്ഷെ അതൊരു ആർട്ടാകുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സംഭവത്തെ കാണുന്നത്, അതിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന പ്രതിഫലനം, ഇതാണ് ശരിക്ക് ആർട്ട് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ഏറ്റവും ഭയങ്കര ഒരു ഫേമസ് ആയിട്ടുള്ള നമ്മൾ ഇപ്പോഴത്തെ ഒരു ഇതിൽ കൾട്ട് ക്ലാസിക് എന്ന് വേണം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ് വാൻഗോഗിന്റെ പെയിന്റിങ്സ്. കാരണം മെന്റലി അത്രയും ഒരു ഇംപ്രസീവ് ആയിട്ട്, പക്ഷെ അത് ആ സമയത്ത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാഞ്ഞ പല പെയിന്റിങ്ങുകളാണ് ഇപ്പം നമ്മൾ ഭയങ്കര അതിന്റെ മീനിങ്സും അല്ലെങ്കിൽ ആ ഒരു ഇംപ്രഷൻസ് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സംഭവം. അതിനകത്ത് പുള്ളി എന്നെ ഒരു കഥ കേട്ടിട്ടുണ്ടോ പുള്ളിയുടെ? പുള്ളി മെന്റലി അൺസ്റ്റേബിൾ ആയിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. അപ്പം പുള്ളിക്ക് ഇതുപോലെ തന്നെ മെന്റലി ഭയങ്കര അൺസ്റ്റേബിൾ ആയിട്ടുള്ള സമയത്ത് പുള്ളി ഇതുപോലെ പുള്ളിയുടെ ഒരു ഫ്രണ്ട് ഒരു സൈക്കാട്രിസ്റ്റ് ഉണ്ടായിരുന്നു. പുള്ളിയുടെ ഹോസ്പിറ്റലിൽ പോയിട്ട് പുള്ളിക്ക് സ്വന്തമായിട്ട് അവിടെ ഒരു റൂമുണ്ട്. ആ റൂമിൽ പോയിട്ട് പുള്ളി ക്യാൻവാസും പെയിന്റിങ്ങും ഒക്കെ ആയിട്ട് അവിടെ പോയിരുന്ന് പുള്ളിയുടെ പറ്റി എന്ന് പറഞ്ഞാൽ ആ മെന്റലി സ്റ്റെബിലിറ്റി കിട്ടുന്നിടം വരെ പുള്ളി അവിടെ വരച്ചും സ്കെച്ച് ചെയ്തു അങ്ങനെയൊക്കെ ഇരിക്കും.
അങ്ങനെ പുള്ളി ആ ജേനലിൽ കൂടെ കണ്ട പെയിന്റിംഗ് ആണ് പിന്നീട് സ്റ്റാറി നൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ പെയിന്റിങ് എന്നാണ് ഒരു കഥ. ഇത് ഒറിജിനൽ ആണോ എനിക്കറിയത്തില്ല, ഞാൻ കേട്ടിട്ടുള്ള ഒരു ഇതാണ്. പക്ഷെ അത് ഭയങ്കര രസമായിട്ടുള്ളത് കാരണം അതിനകത്തെ ക്ലൗഡ്സും സ്റ്റാറും ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു വേവി പാറ്റേണിലാണ് അതിനകത്ത് കാണുന്നത്. കാരണം പുള്ളി ആ സമയത്ത് മെന്റലി അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു ഡിസ്റ്റോർഷൻ ഉണ്ട്, അതാണ് ആ ശരിക്കുള്ള ആ പെയിന്റിങ് പുള്ളി റിക്രിയേറ്റ് ചെയ്തത്. അത് പുള്ളിയുടെ മനസ്സിൽ എങ്ങനെ ഉണ്ടാക്കിയ ഇംപ്രഷൻ അതേപോലെ വരച്ചു കഴിഞ്ഞപ്പോൾ അതൊരു ആർട്ടായി. അതാണ് ആർട്ട്. ഈ പറഞ്ഞ ഒരു ആർട്ടിലോട്ട് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ബേസിക് ആയിട്ടൊരു സ്കില്ലുണ്ടാവണം. കാരണം നമ്മുടെ മനസ്സിൽ പതിയുന്ന സാധനങ്ങൾ ബാക്കിയുള്ളതിലേക്ക്, അതായത് പേപ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അത് ആളുകളിലോട്ട് എത്തിക്കാൻ ഒരു സ്കില്ലുണ്ടാവണം. ചിന്തിക്കാൻ നമുക്കൊരു ക്രിയേറ്റീവായിട്ടൊരു മൈൻഡ് ഉണ്ടാവണം. ഇങ്ങനെ എല്ലാത്തിൻ്റെ ഒരു ആകത്തുകയാണ് നമ്മുടെ ഈ പറഞ്ഞ ഒരു അനിമേഷനും ആർട്ടും എല്ലാം. യെസ്, ഉറപ്പായിട്ടും. ഇപ്പം സാറ് പറഞ്ഞതുപോലെ തന്നെ കുറേയധികം ആളുകൾക്ക് അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും നമുക്ക് അഭിനയിച്ച് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇമോഷനെ കണക്ട് ചെയ്യാം. പക്ഷേ ജീവനില്ലാത്തൊരു വസ്തുവിനെ ജീവൻ കൊടുത്ത് ആ ഒരു ഇമോഷൻ ജനങ്ങളിലേക്ക് എത്തിക്കാന്ന് പറയുന്നത് ചില്ലറക്കാരുമല്ല. അപ്പോൾ ആനിമേറ്റേഴ്സിനൊക്കെ നല്ല രീതിയിലുള്ള ജോലി സാധ്യതകളുള്ള ഒരു സമയം തന്നെയാണ്. നമ്മൾ എന്തായാലും ഈ ഒരു മേഖലയെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നുണ്ട്. കൂടെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ സ്വന്തം ക്രിസ്റ്റി സാറും ഒപ്പമുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കൂ, ഉയരെയാണ് പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായ് ഉയരെ. യു ആർ ലിസ്ണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായ് ഉയരെ. കൂടെയുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉയരയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആനിമേഷൻ എന്ന് പറയുന്ന ഒരു ഫീൽഡിനെ പറ്റിയിട്ടാണ്. ഈ ഒരു മേഖലയുടെ ജോലി സാധ്യതകൾ, അതുപോലെ ഇത് ആർക്കൊക്കെ അല്ലെങ്കിൽ എത്തരത്തിലുള്ള വ്യക്തികൾക്കാണ് ഈ ഒരു കോഴ്സ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ഇന്ന് അറിയാനായിട്ട് പോവാണ്. സോ ഈ ഒരു മേഖലയെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വാഴക്കാല KMM കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ക്രിസ്റ്റി ബാബു ലൂക്കോസ്, ക്രിസ്റ്റി സാർ കൂടെ തന്നെയുണ്ട്. ക്രിസ്റ്റി സാർ, നമ്മൾ കുറച്ച് മുൻപ് ഒരു ആനിമേറ്ററിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞായിരുന്നല്ലേ? അതെ. അപ്പൊ ഇനി ക്വാളിഫിക്കേഷൻ ആണ് അറിയാനുള്ള അടുത്തൊരു കാര്യം. അതായത് ഇപ്പോൾ +1 +2 കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്താണ് ഈ ഒരു ആനിമേഷൻ എന്ന് പറയുന്ന മേഖലയിലേക്ക് പോകാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഏത് കോഴ്സാണ് തിരഞ്ഞെടുക്കേണ്ടത്? ആക്ച്വലി ഇതിനകത്തിപ്പോ നമ്മളൊരു ഡിഗ്രി കോഴ്സ് ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഒരു കേരളത്തിലെ മൈൻഡ് സെറ്റ് വെച്ചിട്ട് നമ്മുടെ വീടുകളിലെല്ലാം പറയുന്നത് പറഞ്ഞാൽ +2 കഴിഞ്ഞാൽ ഒരു ഡിഗ്രി ആണ് എല്ലാ വീടുകളിലെയും ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ട്രാക്ക്, ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ. അതെ. അപ്പം അനിമേഷനെ സംബന്ധിച്ചോളം ഇതിനകത്ത് പല ടൈപ്പ് ഡിഗ്രികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിമേഷൻ, ഗ്രാഫിക് ഡിസൈൻ, അനിമേഷൻ, വിഷ്വൽ എഫക്ട്സ്, അങ്ങനെ പല രീതിയിലുള്ള ഡിഗ്രികൾ ഇപ്പം വന്നിട്ടുണ്ട്. അപ്പം കുറെ നാളായിട്ട് ഈ പല സിലബസുകളും ഇതേ ഓറിയന്റേഷനിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. MG യൂണിവേഴ്സിറ്റി ഇപ്പം 5 വർഷം FIUGP എന്ന് പറഞ്ഞുള്ളൊരു ഇപ്പം MG UGP എന്നാണ് അതിന്റെ ഇപ്പം പുതിയ പേര്, അങ്ങനത്തെ ഒരു ഫോർമാറ്റിലോട്ട് മാറുകയായിരുന്നു. അപ്പം അതിനകത്ത് നമുക്ക് വരുന്ന പറഞ്ഞാൽ സ്റ്റുഡൻസിന് തന്നെ അവരുടേതായ രീതിയിൽ സിലബസ് കമ്പൈൻ ചെയ്തും ഒക്കെ നമുക്ക് പല പാത്ത് വേകളിലൂടെ സംഭവം എടുക്കാൻ പറ്റും. അപ്പത്തേക്കിന് ഇതിനകത്ത് ഒരു 3rd ഇയർ മുതൽ അവർക്ക് വേണമെങ്കിൽ ഒരു ഡിഗ്രി എന്നുള്ള രീതിയിൽ ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. ശരിക്കും ഇപ്പം വന്ന് 4 years ആണ് അതിന്റെ ഒരു ഓണേഴ്സ് എന്നുള്ളൊരു ഇതിൽ നമുക്ക് പാസ് ഔട്ട് ആവാൻ പറ്റുന്നത്. പിന്നെ ഇതിന് തന്നെ മാസ്റ്റർ ഡിഗ്രികളുണ്ട്, പിന്നെ ഒരു ഡിപ്ലോമ കോഴ്സുകളുണ്ട്. അപ്പം ഡിപ്ലോമ എടുക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്തെ അവിടെ ഓൾറെഡി പഠിക്കുന്നവരോട് നല്ല രീതിയിൽ അഭിപ്രായം ചോദിച്ചിട്ട്, അത് ഡിഗ്രി ആണെങ്കിലും കോളേജ് സെലക്ട് ചെയ്യുമ്പോഴാണെങ്കിലും ഡിപ്ലോമ ആണെങ്കിലും എല്ലായിടത്തും അവിടെ ഇപ്പൊ ഓൾറെഡി ഉള്ള സ്റ്റുഡൻസിന്റെ അഭിപ്രായം കേട്ടിട്ട് വേണം അവിടെ ഇരിക്കാൻ. അതും ഒരാളോട് തിരക്കരുത്, കാരണം പല ആളുകളോടും തിരക്കുക. കാരണം അയക്കൂട്ടത്തിൽ പഠിക്കാൻ മടിയുള്ളവരാണ്, കോളേജിൽ പോവാത്തവരുണ്ടാവും. അപ്പം അത് എന്തുകൊണ്ട് നമുക്കൊരു ബെറ്റർ ചോയ്സിലോട്ട് എത്താൻ വേണ്ടി കുറേയൊക്കെ സഹായിക്കും. പിന്നെ ഇതിപ്പം നമ്മൾ സ്കൂൾ ലെവൽ മുതൽ ഇതിന്റെ കോഴ്സുകൾ ഇപ്പം പലയിടത്തും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്.
അപ്പം ശരിക്ക് ഒരു 8 മുതൽ പലയിടത്തും അവരുടെ കരിക്കുലത്തിൽ ആഡ് ചെയ്ത് വരുന്നുണ്ട്. പണ്ടൊക്കെ നമുക്ക് ഡ്രോയിങ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഇല്ല കൂടി വന്നവർക്ക് ക്രാഫ്റ്റ് ക്ലാസ് കിട്ടിയിട്ടുള്ളൂ. ഇപ്പം പക്ഷേ സംഭവങ്ങളൊക്കെ മാറി തുടങ്ങി. പല കോളേജ് സ്കൂളുകളിലും അവരുടെ സിലബസ് അങ്ങനെ അതിനകത്തോട്ട് ഇതും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പലർക്കും ഇപ്പം തന്നെ എനിക്ക് വേറെ റെഫറൻസുകൾ വഴി കുട്ടികളുടെ ഡൗട്ട് ചോദിക്കാൻ വേണ്ടി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് എനിക്ക് ഡിഗ്രിയിൽ പഠിക്കുന്ന കുട്ടികളെക്കായാലും ഭയങ്കര ക്വാളിറ്റി ഉള്ള ക്വസ്റ്റ്യനുകൾ ചോദിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്യുന്നത്. അത് ഒരു ഭയങ്കര പ്രോമിസിങ് ആണ്. അതേ സമയത്ത് ഈ ഡിഗ്രി പഠിക്കുന്നവർക്ക് മര്യാദയ്ക്ക് പഠിച്ചില്ലെങ്കിൽ ഒരു കോമ്പറ്റീഷനുമാണ്. സത്യം, അതും ഏറ്റവും ചെറിയ കുട്ടികൾ തൊട്ടുള്ള കോമ്പറ്റീറ്റേഴ്സിന് അവർ ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷേ അത് നല്ലതായിട്ട് ഞാൻ കാണുന്നുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും നമുക്ക് ക്വാളിറ്റിയുള്ള വർക്കുകൾ വരട്ടെ. പിന്നെ നമ്മൾ ഓരോ ഏജിലും നമ്മൾ സ്വയം ഒരു കണ്ടെയ്ൻമെന്റിലോട്ട് പോകും. അതായത് എന്തോ ഇന്നത് ഞാൻ ചെയ്താൽ ആകുമോ എന്നുള്ള അൺസർട്ടൈൻസിറ്റീസ് കൂടുന്തോറും നമ്മുടെ കയ്യിൽ നിന്ന് നല്ല നല്ല സാധനങ്ങൾ വെളിയിലോട്ട് വരാതിരിക്കും. പക്ഷെ ചെറിയ പ്രായത്തിലാവുമ്പോൾ അങ്ങനത്തെ ഒരു തോന്നലുകൾ കുറവായിരിക്കും. അത് കാരണം തന്നെ അവർ മാക്സിമം സാധനങ്ങൾ ചെയ്യും. ശരിയാണ്, തീർച്ചയായിട്ടും. അപ്പോൾ സാറ് തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഇപ്പോഴത്തെ ന്യൂജൻ ആണെന്ന് പറയുന്ന പല കുട്ടികളും ഏറ്റവും ചെറിയ കുട്ടികളോട് തോറ്റു നിൽക്കേണ്ട അവസ്ഥയാണ്. കാരണം നല്ല രീതിയിലുള്ളൊരു അപ്ഡേറ്റ് തന്നെയാണ് കേട്ടോ സാർ അത്. കാരണം കുട്ടികളെല്ലാവരും അവരുടെ ഇഷ്ടങ്ങളെ മുൻനിർത്തിയിട്ടാണല്ലോ അവരുടെ ചോദ്യങ്ങളും സംശയങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ നല്ല നല്ല ആനിമേറ്റേഴ്സ്, കുട്ടി ആനിമേറ്റേഴ്സ് ഇപ്പം തന്നെ വരുന്നുണ്ടെന്ന് അറിഞ്ഞതിലും ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉണ്ട്. അതുപോലെ സാർ, ഈ ഒരു ഡിഗ്രി കോഴ്സ് ആണെങ്കിൽ ഇപ്പോൾ 4 years ഓഫ് അക്കാഡമിക് ഇയർ ആണല്ലോ ഇപ്പോൾ. അതുപോലെ തന്നെയാണോ കോഴ്സിന്റെ ഡ്യൂറേഷൻ? 4 yearsൽ അവർക്ക് സെക്കൻഡ് ഇയർ 3rd year മുതൽ അവർക്ക് മറ്റേ ഡിഗ്രി എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റും. 4th year ആകുമ്പോഴത്തേന് ഓണേഴ്സ് എന്ന് പറഞ്ഞ ഒരു ടൈറ്റിലാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പം അതിനകത്ത് നമുക്ക് അക്കാഡമിക് ക്രെഡിറ്റ് സിസ്റ്റം ഇപ്പം എന്നുവെച്ചാൽ നമ്മളൊക്കെ പഠിച്ച പോലെ 3 വർഷം കംപ്ലീറ്റ് ചെയ്യുന്നതിനെ ഉപരി ഓരോ സബ്ജക്റ്റിനും ഇത്ര മാർക്കുകളും. അപ്പൊ അത് നമ്മൾ ക്ലിയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ടോട്ടലി എത്ര ഈ മറ്റേ ഗൂഗിൾ പേയ്ക്കകത്ത് പോയിന്റ് റെഡീം ചെയ്യുന്ന പോലെയും അങ്ങനത്തെ ഒരു ഇതിലോട്ടായി. അതായത് നമുക്ക് ഇത്ര സ്കോർ ആയി കഴിയുമ്പോൾ നമുക്ക് ഇന്ന ഡിഗ്രി ക്ലെയിം ചെയ്യാം എന്നുള്ളൊരു ഇതിലോട്ടാണ് പുതിയ സ്ട്രക്ചർ. ഓക്കെ. അപ്പൊ എന്തായാലും ആനിമേഷൻ ഫീൽഡിലേക്ക് താല്പര്യമുള്ളവര് ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെ വേണമെന്ന് നമ്മൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏറ്റവും ആദ്യം ഒരു കോളേജ് അല്ലെങ്കിൽ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആ ഒരു കോളേജിൽ പഠിക്കുന്ന കുട്ടികളുടെ ഒരു സർവേ നമ്മൾ ആദ്യം തന്നെ എടുക്കണമെന്നാണ് കേട്ടോ ക്രിസ്റ്റി സാർ നമുക്ക് തന്നൊരു ചെറിയ ടിപ്പ്. എന്തായാലും നല്ല കാര്യമാണ്. എല്ലാവരെയും നമുക്ക് അറിഞ്ഞിരിക്കണമല്ലോ, അല്ലേ സാർ? സോ എന്തായാലും എല്ലാവരും അറിയുന്ന കൂട്ടത്തില് ഇന്ന് ആനിമേഷൻ എന്ന് പറയുന്ന മേഖലയെ പറ്റിയിട്ടും നമ്മൾ കുറെ കാര്യങ്ങൾ അറിയുന്നുണ്ട്. പക്ഷേ പാട്ടുകൾക്ക് ശേഷമാണെന്ന് മാത്രം. കീപ് ഓൺ ലിസണിംഗ് ടു ഉയരെ. യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് ഉയരയില് ആനിമേഷൻ എന്ന് പറയുന്ന മേഖലയെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആനിമേഷൻ എന്ന മേഖലയെ പറ്റി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ കൂടെയുണ്ട് വാഴക്കാല KMM കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ക്രിസ്റ്റി ബാബു ലൂക്കോസ്. ക്രിസ്റ്റി സാർ, നമ്മൾ ഈ ക്വാളിഫിക്കേഷനെ പറ്റിയിട്ട് സംസാരിച്ചിരുന്നു കുറച്ച് മുൻപ് വരെ. അതായത് ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ആണ് ഈ ഒരു ആനിമേഷൻ എന്ന് പറയുന്ന കോഴ്സ് ചൂസ് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് വേണ്ടതെന്ന്. ഇനി ഈ ഒരു കോഴ്സിൽ ഏതൊക്കെ തരത്തിലുള്ള സബ്ജക്റ്റുകളായിരിക്കും ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കാനുണ്ടാവുക? ഇതിനകത്ത് ഒരു സംഭവം വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പം ഇന്ത്യയിൽ ശരിക്കും നമുക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് സെറ്റപ്പാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇപ്പം വെളിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് കൂടുതലും ഫോക്കസ് ചെയ്ത് അങ്ങനത്തെ ഒരു സിംഗിൾ സബ്ജക്ട് സിസ്റ്റം ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിലോട്ടാണ് കൂടുതൽ, ഇല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞ രീതിയിലോട്ട് പലയിടത്തും പോകുന്ന സമയത്ത്. പക്ഷെ എന്നാലും ബേസിക് ഡിഗ്രി കോഴ്സുകളിൽ മാക്സിമം ഒന്നിൽ കൂടുതൽ സബ്ജക്റ്റ് കമ്പൈൻ ചെയ്തിട്ടായിരിക്കും ഇതിന്റെ ഒരു സിലബസ് വരുന്നത്. അപ്പം നമ്മുടെ ഇതിനകത്ത് വരുന്ന പറഞ്ഞാൽ അനിമേഷന്റെ കൂട്ടത്തിൽ കൂടുതലും വരുന്നത് ഗ്രാഫിക് ഡിസൈൻ കോഴ്സുകളും പിന്നെ VFX കോഴ്സുകളും ഇങ്ങനത്തെ രീതിയിലാണ് അതിന്റെ കോമ്പിനേഷൻ പോകുന്നത്. അപ്പം അതിനകത്ത് സബ്ജക്റ്റുകൾ വരുമ്പോഴത്തേക്കിന് അനിമേഷൻ്റെതായി വരുമ്പോഴത്തേക്കിന് പല ടൈപ്പ് അനിമേഷൻസ് ഉണ്ടാവും. അവർക്ക് ഫസ്റ്റ് തുടങ്ങുന്നത് തന്നെ മറ്റേ ഹാൻഡ് ഡ്രോൺ ആയിട്ടുള്ള അനിമേഷൻ, ട്രഡീഷണൽ അനിമേഷൻ എന്ന് പറയും. അതിനകത്ത് നമ്മൾ പേപ്പറും പെൻസിലും വെച്ചിട്ട് തന്നെ ആയിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുന്നേ കുറേ ഡ്രോയിങ് പ്രാക്ടീസുകൾ ഉണ്ടാവും. അതായത് ഒരു ദിവസം ഒരു 10-200 പടമെങ്കിലും വരയ്ക്കാൻ പറ്റുന്ന രീതിയിലെങ്കിലും
എടുക്കേണ്ട വരും. കാരണം എങ്കിലേ നമ്മൾ ആ വരച്ച ഒരു അറപ്പ് മാറിയാലേ നമുക്ക് അത് കളത്തിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പത്തേക്കിനെ അത് എത്ര അഡ്വാൻസ്ഡ് ആയെന്ന് പറഞ്ഞാലും ഇപ്പോഴും വിദേശത്തുള്ള പല യൂണിവേഴ്സിറ്റികൾ അടക്കം അവരാദ്യം ക്യാരക്ടർ സ്കെച്ച് സ്റ്റഡി അങ്ങനത്തെ ബേസിക് ഫണ്ടമെന്റലിലേ തുടങ്ങത്തുള്ളൂ. എന്നിട്ടേ ഈ പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയിട്ടുള്ള ഇമേജറി CGI എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഡിജിറ്റൽ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിലേക്ക് പോകത്തുള്ളൂ. അതായത് ബേസിക് എല്ലാ ഡിഗ്രി കോഴ്സുകളും ഇതേ സ്ട്രക്ചർ. അതായത് നമ്മളിപ്പോൾ ഒരു സ്റ്റെപ്പ് കയറി വരുമ്പോഴത്തേക്കിന് 2 സ്റ്റെപ്പ് കാല് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് കാലിന് അത്ര സ്ട്രെയിൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് നമ്മൾ ഡിഗ്രി കോഴ്സുകൾ സാധാരണ ഫോർമാറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ നമ്മൾ ആദ്യം വരച്ച് ഒന്നായി കഴിയുമ്പോഴത്തേക്കിന് പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ട്രഡീഷണൽ സെൽ അനിമേഷൻ, അതായത് പേപ്പർ പെൻസിലും വെച്ചിട്ട് വരച്ച് അത് ക്യാപ്ചർ ചെയ്ത് അങ്ങനെ ഒരു വീഡിയോ ആക്കുന്ന രീതിയിലുള്ള അനിമേഷൻ സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് നമ്മൾ 2D അനിമേഷന്റെ ഡിജിറ്റൽ വേർഷൻ വരുന്നത്. അതിനകത്ത് നമ്മൾ ഈ സാധനം തന്നെ ക്ലീനപ്പ് ചെയ്തിട്ട് അത് ഒരു 2D നമ്മൾ അത് പറയുവാണെങ്കിൽ നമ്മുടെ ടോം ആൻഡ് ജെറി പോലത്തെ ഒരു രീതിയിൽ ഉള്ള അനിമേഷൻസ് ആണ് പിന്നീട് വരുന്നത്. അതിനകത്ത് തന്നെ അന്നത്തെ കാലത്ത് സെൽ അനിമേഷൻ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. സെൽ അനിമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് പോലത്തെ ഒരു ഇതിനകത്ത് നമ്മൾ ഔട്ട്ലൈൻ വരച്ച് അതിനകത്ത് കളർ ഫില്ല് ചെയ്ത്, അന്നൊക്കെ ഒരു 7 പടവയാണ് ഒരു ആർട്ടിസ്റ്റ് വരച്ചുകൊണ്ടിരുന്നത് അന്നത്തെ ഇൻഡസ്ട്രിയിൽ. കാരണം എന്ന് വെച്ചാൽ ഇത് യൂട്യൂബിനകത്തൊക്കെ നിങ്ങൾക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ വീഡിയോസ് ഒക്കെ കിട്ടും. അതിന് അവര് പ്രത്യേകമായിട്ട് പെയിന്റ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത്രയും നമ്മൾ ഈ 3 മിനിറ്റ് 5 മിനിറ്റ് കണ്ടുകൊണ്ടിരുന്നതിനകത്തൊക്കെ ഓരോ പടവും ഇവര് വരച്ച് നമുക്ക് അവരോട് ഒരു ഭയങ്കര ബഹുമാനം തോന്നും. കാരണം ആ ഒരു അവരുടെ ആർട്ടിസ്റ്റിക് സ്കില്ല് കൊണ്ടാണ് ഇപ്പോഴും ഇത്രയും 4Kയും 3Dയും VR വരെ എത്തി നിൽക്കുന്ന സമയത്ത് പോലും ടോം ആൻഡ് ജെറി വന്നു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കാണാതെ പോകത്തില്ല. അതില് നമ്മൾ വിചാരിക്കുന്നത് ഒരൊറ്റ കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ, എന്തിനാ ഇത്ര പെട്ടെന്ന് തീർന്നേന്ന്. അതിനകത്ത് അവരുടെ കഷ്ടപ്പാടുകളും ഒരുപാട്, പക്ഷെ അവരും എൻജോയ് ചെയ്താണ് അത് ചെയ്തിട്ടുള്ളത്. പിന്നെ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടാണ് ഇത്രയും ടെക്നോളജി അഡ്വാൻസ്മെന്റിലും അതൊരു ക്ലാസിക് ആയിട്ട് നിൽക്കാനുള്ള കാരണം. അതിപ്പം നോക്കിയാൽ മതി, നമ്മുടെ പല റെഫറൻസുകൾ എടുക്കുമ്പോഴും മൂവീസിന്റെ കാര്യത്തിലാണെങ്കിൽ പഴയ ഹിച്ച്കോക്കിന്റെ സിനിമകൾ ഇങ്ങനത്തെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ക്ലാസിക് ആയിട്ട് നിൽക്കുന്നത് ഇതിലും ബെറ്റർ ആയിട്ടുള്ള ക്രാഫ്റ്റ് പിന്നീട് വരാത്തതുകൊണ്ടല്ല, പക്ഷെ അവർ ആ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന, അതായത് അത്രയും ലിമിറ്റേഷൻസ് പോലും അവർ ഒരുപാട് ബുദ്ധിമുട്ടിയായിരിക്കാം അന്നത്തെ കാലത്ത് അതൊരു ടു ദ ടേബിൾ കൊണ്ടുവരുന്ന ഒരിത്. പക്ഷെ അത്ര അവരെ കഷ്ടപ്പെട്ടതിന്റെ റിസൾട്ട് ഇപ്പോഴും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പറയുന്നത് ഇത്രയും നമ്മളൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു സാധനത്തിലേക്ക് നിന്ന് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് നമ്മളെ ബാക്കിയുള്ള വർഷങ്ങളിലേക്കെല്ലാം കൊണ്ടുപോയിക്കോളും. പിന്നെ 3D എന്ന് പറഞ്ഞ ഇതിലേക്ക് വരുമ്പോഴത്തേക്കിന് നമ്മുടെ അതിന്റെ പേര് പോലെ തന്നെ ഒരു ഡയമെൻഷൻ കൂടെ കൂടും. അത് നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3Dക്ക് ഇപ്പം ഓൾമോസ്റ്റ് ഇപ്പോൾ ഇറങ്ങുന്ന പല സാധനങ്ങളും 3Dക്ക് എക്സാമ്പിൾ ആണ്. അവതാർ വരെയുള്ള സിനിമകൾ എല്ലാം 3Dയിലെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ടുള്ള ഇത് തന്നെയാണ്. അതിലാണ് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻസ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിന്റെ സാധ്യതകളും ഇതുപോലെ ലൈവ് ആക്ഷനുമായിട്ടുള്ള മിക്സുകളും ഒക്കെ, അതായത് നമ്മൾ അറിയാതെയും പല സിനിമകൾക്കകത്തും ഒക്കെ മിക്സ് ആയിട്ടും ഇല്ലെങ്കിൽ സ്റ്റാൻഡ് ലോൺ ആയിട്ട് 3D അനിമേഷൻ ആയിട്ട് തന്നെയാണെങ്കിലും പലതും വരുന്നുണ്ട്. അപ്പം ഈ ഡിഗ്രി കോഴ്സുകളിൽ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം കവേർഡ് ആണ്. പിന്നെ കൂട്ടത്തിൽ ഉള്ള കോമ്പോസിറ്റിങ് പോലത്തെ ഉള്ള ബാക്കി മിനുക്ക് പണികളും ഇതിന്റെ ബാക്കിയുള്ള സ്റ്റേജുകളിൽ വരുന്നൊരു സംഭവമാണ്. ഓക്കെ സാർ, നമ്മൾ എന്തായാലും ഈ ഒരു മേഖലയെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നുണ്ട്. കൂടെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ സ്വന്തം ക്രിസ്റ്റി സാറും ഒപ്പമുണ്ട്. കേട്ടോണ്ടേയിരിക്കൂ, ഉയരെയാണ് പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. യു ആർ ലിസ്ണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കൂടെയുള്ളത് തന്നെയാണ്. അപ്പൊ നമ്മള് ഇന്ന് ഉയരയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആനിമേഷൻ എന്ന് പറയുന്ന ഒരു ഫീൽഡിനെ പറ്റിയിട്ടാണ്. അതുപോലെ ഇപ്പൊ നമ്മള് സബ്ജക്റ്റുകളെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിന്റെ മുന്നിൽ നിൽക്കുകയാണ്. ആള് ജോലിക്ക് വേണ്ടി പ്രിപ്പയർഡ് ആണ്. സോ ആനിമേറ്റർ ആവാനുള്ളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ജോലി സാധ്യതകൾ നല്ല രീതിയിലുള്ള ഒരു മേഖലയാണെന്ന് നമുക്കറിയാം. അപ്പൊ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഒരു വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സർ? ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു ആനിമേറ്ററിന്
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട നല്ല രീതിയിൽ ഷോക്കേസ് ചെയ്യുക എന്നുള്ളത്. അതായത് ഏതൊരു ആർട്ടിസ്റ്റ് ആണെങ്കിലും അയാളുടെ വർക്കിനെ ഭയങ്കരമായിട്ട് സ്വയം ഒരു റെസ്പെക്ട് വേണം, സ്വയം ഒരു സാറ്റിസ്ഫാക്ഷൻ വേണം. അതിനെ നല്ല പ്രൗഡോടുകൂടി അതെല്ലാം അവിടെ നിന്ന് കാണിക്കാനുള്ള രീതിയിലായിരിക്കണം ആ വർക്ക്. ആ രീതിയിൽ തന്നെ അതിനെ എക്സിബിറ്റും ചെയ്യുക. അതായത് ഒരിക്കലും ഒരാൾ നല്ലൊരു പടം വരച്ച് അയാളെ വീട്ടിൽ പാത്ത് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ട റെപ്യൂട്ടേഷനും കിട്ടത്തില്ല, റെക്കഗ്നീഷനും കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന വർക്കുകൾ അത് എത്ര ചെറുതാവട്ടെ, പക്ഷെ ചെയ്യുന്നത് ഫുൾ മൈൻഡോട് കൂടി ചെയ്യുക, ഭയങ്കര പ്രസന്റബിൾ ആക്കുക. അങ്ങനെ ചെയ്യുന്ന സാധനങ്ങളിൽ നമ്മുടെ ഒരു ഒറിജിനാലിറ്റി ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്യുക. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റെഫറൻസുകൾ ഒരുപാട് കിട്ടും. പലരും അത് തന്നെ യൂസ് ചെയ്ത് അതേപോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മുടേതായ യാതൊന്നുമില്ല. അതിപ്പം ഇത്രയും വർഷത്തെ ഒരു ഇതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് പറയാം ഒരാൾ എന്തൊക്കെയാണ് അയാൾ വെളിയിൽ നിന്ന് എടുത്തിട്ടുള്ളത്, എന്തൊക്കെയാണ് അയാൾ സ്വന്തമായിട്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് ആകെപ്പാടെ ഈ ഒരു ഫീൽഡിൽ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ട് ഈ ഫീൽഡിൽ ഇതിൽ കൂടുതൽ നിന്ന ഒരാൾക്ക് സുഖമായിട്ട് അത് കണ്ടുപിടിക്കാം. അപ്പം ഒരു ജോലിയെ സംബന്ധിച്ചുള്ള ആ സമയത്ത് നമുക്ക് സോർട്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. കാരണം ഇതിൽ നിന്ന് നമുക്ക് ഒറിജിനൽ ആർട്ടിസ്റ്റിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അയാളുടെ എഫേർട്ട് എന്തോരം ഉണ്ടെന്ന് അയാളുടെ വർക്കിൽ തിരിച്ചറിയാം. പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഷോക്കേസ് ചെയ്യുമ്പോഴത്തേക്കിന് ഏതൊക്കെയാണ് ബെറ്റർ ഷോക്കേസിങ് പ്ലാറ്റ്ഫോംസ് എന്ന് നല്ല രീതിയിൽ റിസർച്ച് ചെയ്യുക. ഓരോ വർഷം കൂടുന്തോറും അതിന്റെ പ്ലാറ്റ്ഫോംസ് കമ്പനികൾ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകൾ അല്ലെങ്കിൽ അവർക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഫോർമാറ്റുകൾ മാറിക്കൊണ്ടിരിക്കും, ചിലപ്പോൾ അപ്ഡേറ്റഡ് ആവും. അപ്പം ഇതിനെ പറ്റി ഈ ഫീൽഡിൽ ഒന്നെങ്കിൽ ഉള്ളവരോട് ചോദിക്കുക, ഇല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടുള്ള അതിന്റെ പല റിസോഴ്സുകൾ കിട്ടും. അതായത് എങ്ങനെ ഒരു പുതിയ ഇപ്പൊ 2024 ഏതൊക്കെ പ്ലാറ്റ്ഫോമുകളാണ് ഏറ്റവും അക്സെപ്റ്റബിൾ ആയിട്ട് രസകരമായിട്ട് നമുക്ക് സ്റ്റോറിയിൽ നമുക്ക് എക്സിബിറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ പ്ലാറ്റ്ഫോം നോക്കിയിട്ട് പ്രൊഫഷണൽസ് കൂടുതലുള്ള പ്ലാറ്റ്ഫോമുകളിൽ സ്വന്തം വർക്കുകൾ ചെയ്യുക. പിന്നെ കണക്ഷൻസ് ബിൽഡ് ചെയ്യുക. അതായത് ഏറ്റവും ബെസ്റ്റ് അത് ഏത് ജോലിയിലാണെങ്കിലും ഇപ്പോഴത്തെ കാലത്ത് നല്ല ഒരു സ്പോട്ടിലേക്ക് ജോലി കിട്ടാൻ വേണ്ട നല്ല കണക്ഷൻസ് ഉണ്ടാക്കുക. അതായത് നമ്മൾ ചെയ്യുന്ന വർക്കുകൾ ഇന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ അറിയാം, അതിൽ ഇന്ന സാധനങ്ങളാണ് ഞാൻ ബെസ്റ്റായിട്ട് ചെയ്യുന്നു എന്ന് നമുക്ക് ചുറ്റിനുള്ള ആൾക്കാരെല്ലാം അറിഞ്ഞിരിക്കണം. ആ ഒരു കണക്ഷൻ നമ്മളെ എവിടെയെങ്കിലും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ലീഡിലേക്ക് എത്തിക്കും. അങ്ങനെ നമുക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ആണെങ്കിലും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടി സഹായിക്കും. ഓക്കെ സർ, താങ്ക് യു. അപ്പോൾ ഒരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഒരു ആനിമേറ്റർ എന്നുള്ള രീതിയിലാണ് നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോകുന്നതെങ്കിൽ ആദ്യം അവർ ചെക്ക് ചെയ്യുന്നത് നിങ്ങളുടെ വർക്ക് പോർട്ട്ഫോളിയോ തന്നെയായിരിക്കും. സോ നിങ്ങളുടെ സ്കില്ലുകളെ ഷോക്കേസ് ചെയ്യാനായിട്ടാണ് നമ്മുടെ ക്രിസ്റ്റി സാർ നമുക്ക് തന്നിരിക്കുന്ന ടിപ്പ്. സോ പറഞ്ഞ പോലെയൊക്കെ ചെയ്യാം. ഉള്ള കഴിവുകൾ മൂടി വയ്ക്കാനുള്ളതല്ല, എല്ലാവർക്കും പ്രസന്റ് ചെയ്യാനുള്ളതാണ്. എങ്കിലേ നമ്മളൊരു ആനിമേറ്ററായിട്ട് തിരിച്ച് വരാനായിട്ട് പറ്റുള്ളൂ. സോ ഇനി നമ്മൾ അറിയാനായിട്ട് പോകുന്നത് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ആനിമേഷൻ എന്ന് പറയുന്ന മേഖലയുടെ അല്ലെങ്കിൽ ഈ ഒരു ജോലിയുടെ ജോലി സാധ്യതകൾ എത്തരത്തിലാണ് എന്നുള്ളത് നമ്മൾ അറിയുന്നുണ്ട്. പക്ഷേ ഒരു പാട്ടിന് ശേഷം മാത്രമേ നമ്മൾ പറയാനായിട്ട് പോകുന്നുള്ളൂ. സോ കേട്ടോണ്ടേയിരിക്കൂ. ഉയരെ പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായ ഉയരെ. യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം കൂടെയുണ്ട് അന്ന. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായ് ഉയരെ. വാഴക്കാല KMM കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ക്രിസ്റ്റി സാറാണ് ഇന്ന് നമ്മോടൊപ്പം കൂടെയുള്ളത്. നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആനിമേഷൻ എന്ന് പറയുന്ന ഫീൽഡിനെ പറ്റിയിട്ടാണ്. സോ ഈ ഒരു ആനിമേഷൻ കോഴ്സ് എടുക്കുന്നതിന് മുൻപ് ആ ഒരു വിദ്യാർത്ഥിക്ക് വേണ്ട ക്വാളിറ്റീസ് എന്താണ്, ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ ഇന്റർവ്യൂവിന് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ ഈ ഒരു സമയം വരെ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് അറിയാനുള്ളത് ഈ ഒരു മേഖലയുടെ ജോലി സാധ്യതകളെ പറ്റിയിട്ടാണ്. സോ ക്രിസ്റ്റി സാർ, നമുക്ക് അറിയാനുള്ളത് ആനിമേഷൻ മേഖലയുടെ ജോലി സാധ്യതകളെ പറ്റിയിട്ടാണ്. അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള മേഖലയിലാണ് നമുക്ക് ഒരു ആനിമേറ്ററിന്റെ ഒരു ആവശ്യം വരുന്നത്? ഇതിനകത്ത് അനിമേഷൻ എന്ന് പറയുന്ന ഒരു ജനറൽ ടേം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൽ ഒരുപാട് സ്പെക്ട്രം ഉണ്ട്. അതായത് ഇപ്പം എന്താ നമ്മൾ ബേസിക് 2D അനിമേഷൻ എന്ന് പറഞ്ഞാൽ പോലും അതിനകത്ത് തന്നെ നമുക്കൊരു 10-100 ജോലി സാധ്യതകൾ ഉണ്ടാവും. 3Dക്കകത്ത് ഇതേപോലെ ഉണ്ടാവും. അങ്ങനെ വലിയൊരു കടലായിട്ടുള്ള ഒരു അവസരങ്ങൾ തന്നെയാണ് ഇതിനകത്തുള്ളത്. പക്ഷെ ഇതിനെപ്പറ്റി പലർക്കും അതിനെപ്പറ്റി അറിയത്തില്ല എന്നുള്ളതാണ് വരുന്നത്. കാരണം ഈവൻ സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും അവരാദ്യം നോക്കുന്നത് പറഞ്ഞാൽ അവർക്ക്
ഏറ്റവും വലിയ തട്ടുകേടില്ലാതെ അങ്ങ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സാധനത്തിനകത്ത് ഒരു പ്രൊഫൈല് 2-4-5 വർക്കും വെക്കുക, കൂട്ടുകാരന്റെ കുറെ വർക്കും പെറുക്കിയെടുത്ത് ജോലിക്ക് പോകും. പക്ഷെ ഇതിനകത്തുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതിനകത്ത് ഒരുപാട് ആളുകൾ കയറി വരും. അതായത് കയ്യെത്തുന്ന മാങ്ങയ്ക്കാണല്ലോ കൂടുതൽ ഇത് വരുന്നത്. അതേ സമയത്ത് എടുക്കാൻ ഇത്തിരി പാടുള്ള സ്ഥലത്തേക്ക് കയറി വരുന്നവരും കുറവായിരിക്കും. അപ്പൊ നമ്മുടെ ജോബ് സെക്യൂരിറ്റിയെ സംബന്ധിച്ചോളം ഏറ്റവും ടഫായിട്ടുള്ള ഇല്ലെങ്കിൽ ഏറ്റവും നിലനിൽപ്പുള്ള ഒരു ഇത് നോക്കുന്നതാണ് ഏറ്റവും വിഷയം. പിന്നെ ഈ പറഞ്ഞ പോലെ സിമ്പിൾ ആയിട്ടുള്ള ജോലി നോക്കി പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾ ഉണ്ടാകും ഇത് ചെയ്യാൻ ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പൊ അവിടെ നമുക്ക് കിട്ടുന്ന ഒരു ശമ്പളം, സാലറി ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിലോട്ട് വരുമ്പോൾ അവിടെ കുറവുണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ ചെറിയ പരിപാടികളൊക്കെ പെട്ടെന്ന് ടെക്നോളജി കയറ്റിവിടാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ പിന്നീട് ഇൻഡസ്ട്രി ചിന്തിച്ചു തുടങ്ങുന്ന സമയത്ത് അങ്ങനത്തെ അവസരങ്ങൾ പതുക്കെ ഡിമിനിഷ് ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഫീൽഡിനകത്ത് ഏറ്റവും ഒരു ആർട്ടിസ്റ്റിക് ലെവലിൽ സ്കില്ല് വേണ്ടതും അങ്ങനത്തെ ഒരു രീതിയിലോട്ട് പോയി കഴിഞ്ഞാൽ സ്കില്ല് ഒരിക്കലും അങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം എത്ര മെഷീൻ വന്നാലും കുറച്ചാൾ കഴിയുമ്പോൾ ഇപ്പം ഇമേജിനറി ഇപ്പം തന്നെ ആളുകൾക്ക് അഡ്വർടൈസ്മെന്റിലും ഒക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് റിയലൈസ് ചെയ്യാം, ഓക്കെ ഇത് ചെയ്തതായിരിക്കും. അങ്ങനെ കുറച്ചാൾ കഴിയുമ്പോഴത്തേനും ആളുകൾക്ക് അത് ബോറടിക്കും. മനുഷ്യനല്ലേ. ശരിയാണ്. ആദ്യം കിട്ടുന്ന ഒരു ഇൻട്രസ്റ്റ് പിന്നെ അത്ര ഒരു ക്യൂരിയോസിറ്റി ഒന്നും പിന്നെ ഉണ്ടാവാൻ സാധ്യതയില്ല. അത് കഴിയുമ്പോഴത്തേനും ചിലപ്പം അടുത്ത കളം പിടിക്കും, വേറെ സ്റ്റൈല് പിടിക്കും. എന്നാലും ഈ കറങ്ങി തിരിഞ്ഞ് അത് കഴിയുമ്പോൾ ഞാൻ ഇതിനെ കൂടുതൽ അവസരമായിട്ടേ കാണത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ പിന്നീട് കൈകൊണ്ട് വരയ്ക്കുന്നവരെ തപ്പി ആൾക്കാർ നടക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരാൾക്ക് നമ്മളൊരു ഗിഫ്റ്റ് കൊടുത്തു, അയാളുടെ പടം വരച്ചു കൊടുക്കുന്നത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് വിലയാണ് അത് അയാൾ കൊടുക്കാൻ പോകുന്നത്. കാരണം ഈ എഫേർട്ട് ഇടുക എന്നുള്ളൊരു സംഭവം അത് ഭയങ്കര ഒരു നമ്മളെ സംബന്ധിച്ചുള്ള നമ്മളെ ഹ്യൂമൻസിന് അത് ഭയങ്കര അപ്രീഷിയേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ആളുകൾക്ക് മടുപ്പ്, കാരണം പണ്ടൊക്കെ യു ക്യാൻ പെർഫെക്റ്റ് ഫിൽറ്റർ ഇടാത്ത ഒരു ഫോട്ടോ ഒരു സമയത്ത് കാണാറില്ലായിരുന്നു. ഇപ്പൊ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? അതാണ് കേട്ടോ, ശരിയാണ്. എസ്പെഷ്യലി ഗേൾസിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ യു ക്യാൻ പെർഫെക്റ്റില് കാൻഡിഡ് എന്ന് പറയുന്ന ഒരു ഫിൽറ്റർ ഉണ്ട്. അത് ജീവനായിട്ട് അവർ കൊണ്ട് നടക്കുന്ന ഒരു സംഭവമാണ്. ആ സമയത്ത് എല്ലാം പിങ്ക് കളറിലായിരുന്നു. നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്തായാലും. സാർ പറഞ്ഞ കറക്റ്റ് ആണ് കേട്ടോ. അതായത് കാലങ്ങൾ മാറും തോറും നമ്മുടെ ഒരു ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം നമുക്ക് മടുക്കും. അത് മനുഷ്യനൊരു ട്രെയ്റ്റ് ആണ്. അതുപോലെ തന്നെ ജോലി സാധ്യതകളുടെ ഇതിൽ നിന്ന് ഞാൻ തെന്നിപ്പോയി. എനിക്ക് ഈ സബ്ജക്റ്റിന് ഇടയ്ക്ക് തെന്നിപ്പോകുന്ന പ്രശ്നമുണ്ട്. ഞാൻ കുറച്ച് ഓപ്പണിങ് ഇതേപോലെ തന്നെ ജോബ് റോൾസ് പറയാം. കാരണം എന്ന് വെച്ചാൽ അതും ജനറൽ ഇതാണ്, അതിനകത്ത് ഇന്നേയും ഉണ്ട് ഇൻഡെപ്ത്. എന്നാലും നമുക്ക് എല്ലാം ഒന്നും ഈ സമയം കൊണ്ട് കവർ ചെയ്യാൻ പറ്റാത്ത കാരണം അതിനകത്ത് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഇതിൽ തന്നെ പറയുവാണെങ്കിൽ നമുക്ക് ഒരു സ്റ്റോറി ഡെവലപ്പർ എന്ന് പറഞ്ഞാൽ ഈ അനിമേഷനെ സംബന്ധിച്ചുള്ള നമുക്ക് ഏതൊരു സാധനത്തിനാണല്ലോ ഒരു ബേസിക് ഒരു കഥ വേണം. ആ കഥ ഇപ്പം എത്ര ഇതാണെങ്കിലും നല്ല രീതിയിൽ കഥ പറയാൻ അറിയാമെങ്കിൽ ആ വർക്ക് അവിടെ തന്നെ ഓൾമോസ്റ്റ് സക്സസ് ആവും. അത് സിനിമയാണെങ്കിലും അനിമേഷൻ ആണെങ്കിലും എന്താണെങ്കിലും കഥയാണ് നമ്മളെ ഇത് കൊണ്ടുപോകുന്നത്. അപ്പം അങ്ങനെ അതായത് ഇപ്പൊ അത്യാവശ്യം നമ്മൾ അനിമേഷൻ പഠിച്ചു, അതിനകത്ത് നമുക്ക് ലാംഗ്വേജ് ആണ് നമ്മുടെ സ്ട്രെങ്ത് എങ്കിൽ ഈ പറഞ്ഞ സ്റ്റോറി ഡെവലപ്മെന്റിലോട്ടോ ഇല്ലെങ്കിൽ അങ്ങനത്തെ ഇതിലേക്ക് നമുക്ക് പോവാം. പിന്നെ വരുന്നത് പറഞ്ഞാൽ സ്റ്റോറി ബോർഡിങ്. അതായത് ഈ സ്റ്റോറി തന്നെ വിഷ്വലൈസ് ചെയ്യുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് സ്റ്റോറി ബോർഡിങ് എന്ന് പറയുന്നത്. ഈ സമയത്ത് സ്റ്റോറി ബോർഡ് ആർട്ടിസ്റ്റ് എന്നുള്ളൊരു ജോബ് റോള് ഇവിടെ വരുന്നു. അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ കഥ മുഴുവൻ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇപ്പം ഈവൻ സിനിമയ്ക്ക് പോലും ഇപ്പം സ്റ്റോറി ബോർഡിങ് വന്നിട്ടുണ്ട്. നമ്മുടെ പുതിയ പല സിനിമകളും മിന്നൽ മുരളിയുടെ ഒക്കെ സ്റ്റോറി ബോർഡ് നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും. നല്ല രസമായിട്ട് സ്റ്റോറി ബോർഡ് ചെയ്തേക്കുന്ന ഒരു ഇതാണ് മിന്നൽ മുരളി. പിന്നെ അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ മൂവീസും ഇപ്പൊ സ്റ്റോറി ബോർഡ് ചെയ്തിട്ടാണ് വരുന്നത്. അതുകൊണ്ട് അനിമേഷന് മാത്രമല്ല മൂവീസിലും എല്ലാം ലൈവായിട്ട് ഭയങ്കര ഡിമാൻഡുള്ള ഒരു ജോബാണ് സ്റ്റോറി ബോർഡ് ആർട്ടിസ്റ്റ്. ഈവൻ അഡ്വർടൈസ്മെന്റുകൾ പോലും ഉണ്ട്. സോ അതൊരു ഭയങ്കര വൈഡ് സ്പെക്ട്രമാണ്. പിന്നെ 2D അനിമേഷനിലോട്ട് വരുമ്പോൾ 2D അനിമേഷന്റെ ലേഔട്ട് ഡിസൈനേഴ്സ് എന്ന് പറയും. അതായത് ഈ ഓവറോൾ സാധനം പെയിന്റ് ചെയ്യുന്നതും, അതായത് ബാക്ക്ഗ്രൗണ്ടുകൾ, അങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റുകളുണ്ട്. പിന്നെ ക്യാരക്ടർ ഡിസൈനേഴ്സ് ഉണ്ട്, അതായത് ക്യാരക്ടറിനെ ഉണ്ടാക്കിയെടുക്കുന്ന ആളുകളുണ്ട്. പിന്നെ വരുമ്പോഴത്തേക്കിന് ഈ അനിമേറ്റേഴ്സ് ഉണ്ട്. പിന്നെ പ്രോപ്പ് ഡിസൈനേഴ്സ് ഉണ്ട്. പ്രോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടീസ്, അതായത് ഒരു ക്യാരക്ടർ ആണെങ്കിൽ അയാൾക്ക് വാളോ ഇല്ലെങ്കിൽ ചുറ്റി അങ്ങനെ പല ഇതൊക്കെ ഉണ്ടാവും. ഇല്ലെങ്കിൽ അയാൾ എപ്പോഴും ക്യാരി ചെയ്യുന്ന ഒരു ബുക്ക് ഉണ്ടാവും. ആ ബുക്ക് ചിലപ്പോൾ ഒരു മിസ്റ്ററി ബുക്ക് ആയിരിക്കാം. ആ രീതിയിലുള്ള ഒരു ഡിസൈൻ ആയിരിക്കും അതിന് വേണ്ടത്. അപ്പൊ അങ്ങനെ പല രീതിയിൽ
അങ്ങനെയും കുറെ ജോലി സാധ്യതകളുണ്ട്. പിന്നെ 3D വരുമ്പം 3D തന്നെ പല സെഗ്മെന്റിലാണ് പോകുന്നത്. അതിനകത്തും വരുമ്പോഴത്തേന് ക്യാരക്ടർ മോഡലിംഗ് ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഡിസൈനേഴ്സ് ഉണ്ട്, പിന്നെ അനിമേറ്റേഴ്സ് ഉണ്ട്, റിക്കിംഗ് ആർട്ടിസ്റ്റ് ഉണ്ട്. അതായത് നമ്മുടെ ഹ്യൂമൻ ജോയിന്റുകൾ പോലെ അതിനകത്ത് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് റിക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ഇതുണ്ട്. പിന്നെ ഹെയർ സിമുലേഷൻ, അതായത് മുടി, തുണി, ഇങ്ങനത്തെ സംഭവങ്ങൾ, അതിനൊക്കെയാണ് സിമുലേഷൻസ് എന്ന് പറയുന്നത്. അതായത് വേറൊരു സാധനത്തെ ഇന്ററാക്ട് ചെയ്യുന്നതും ആയിട്ടുള്ള, ഇപ്പം ഒരു തുണി നമ്മളൊരു ഒബ്ജക്റ്റ് തൊടുമ്പോഴത്തേക്കിന് അതിന് ഒരു വ്യത്യാസം വരുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ ഡൈനാമിക്കലായിട്ടുള്ള കുറെ ഇതുണ്ട്. അപ്പം ഇത് 3Dയുടെ മാത്രമാണ്. ഇനിയും പോസ്റ്റ് പ്രൊഡക്ഷൻ, പ്രീ പ്രൊഡക്ഷൻ, കുറെ കാര്യങ്ങളുണ്ടല്ലേ ഒരുപാട്. ഓക്കെ ഓക്കെ. അപ്പൊ ജോലി സാധ്യതകൾ ഒരിക്കലും കുറയുന്നില്ല ഈ മേഖലയിൽ നിന്ന് ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നവർക്ക് ഉറപ്പായിട്ടും മനസ്സിലായിട്ടുണ്ട് കേട്ടോ. നമുക്കിനി അറിയാനുള്ളതേ, ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് മിനിമം എത്രത്തോളം നമുക്ക് സാലറി ഏൺ ചെയ്യാനായിട്ട് പറ്റും? അത് നമ്മുടെ കഴിവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ഇപ്പൊ നമ്മള് ഒരാൾക്ക് നല്ല രീതിയിൽ ഒരു നമ്മുടെ പടം വരയ്ക്കുന്ന ഒരാൾക്ക് നമുക്ക് ഇത്രയ്ക്ക് രൂപ കൊടുക്കുന്നതിലും നമുക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല. അതേസമയം മോശമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മോഹൻ ചുളിച്ചാണെങ്കിൽ നമ്മൾ കുറച്ച് രൂപ എന്തെങ്കിലും അവൻ ചെയ്തതിൽ എന്നെടുത്ത് കൊടുക്കേണ്ടി വരും. അതെ അതെ. അപ്പൊ പക്ഷെ അത് രണ്ടാമത് പിന്നെ നമ്മൾ അയാളുടെ അടുത്ത് പോകത്തുമില്ല. അപ്പം അതേപോലെയാണ്, നമുക്കൊരു വാല്യൂ ആണ് കഴിഞ്ഞാൽ ആ വാല്യൂ ഒരു ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചോളം അത് വിലമതിക്കാനാവാത്ത രീതിയിൽ വരെ വേണേ പോവാം. അപ്പം എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുവാണെങ്കിൽ ഒരു 7,000 മുതൽ 4 lakh വരെയാണ് അതിന്റെ ആ ഒരു ഇത് വരുന്നത്. പക്ഷെ ഒരു സാലറി പാക്കേജിലോട്ട് കയറി കഴിഞ്ഞാൽ, അതായത് ഇപ്പം 1 lakh മേലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കമ്പനികൾ ഒരു ഇതായിരിക്കും, കുറവായിരിക്കും. അപ്പം ആ ഒരു ലെവലിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു കുറച്ച് പേർക്കാണ് നമുക്ക് അതിനകത്ത് കൂടുതലെന്ന് വെച്ചാൽ അതേപോലെ ആയിട്ടുള്ള ജോബ്സിന് പലതും സാലറി പാക്കേജുകൾ കുറവായിരിക്കും. അപ്പം നമുക്ക് ഡിഫിക്കൽറ്റി അനുസരിച്ച് അതിൻ്റെതായ രീതിയിൽ ഇത് വരും. പിന്നെ ഒരു ടോപ്പ് ലെവലിലോട്ട് വരുമ്പോഴത്തേക്കിന് അത്ര വലിയ സ്ട്രെയിൻ ആയിട്ടുള്ള ഒരു ഇതിലോട്ടല്ല. പക്ഷെ ഇതിന്റെ ഒരു ഇന്റർമീഡിയറ്റ് ലെവലിൽ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ ഇത്തിരി സഫർ ചെയ്താലേ നമ്മൾ അവിടം വരെ സർവൈവ് ചെയ്യത്തുള്ളൂ. അതിനകത്ത് ഒരു 80% ആളുകളും എല്ലാം വെച്ചാൽ ഞാൻ സ്റ്റുഡൻസിനെ വെച്ച് പറയുവാണ്, അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന സമയം കൊണ്ട് അവരത് നിർത്തിയേച്ചും പോവും. കാരണം തന്നെ ജനറലി ഇതൊരു ഈ ഫീൽഡിലുള്ളവരെ സംബന്ധിച്ചോളം ഭയങ്കര മടുപ്പായിട്ടുള്ള ഒരു ജോബാണെന്ന് അറിയത്തുള്ളൂ. കാരണം അവര് ബാക്കിയുള്ളത് കണ്ടിട്ടില്ല, കാണാൻ വേണ്ടി അവര് സർവൈവ് ചെയ്തിട്ടില്ല. അതെ അതെ, ഉറപ്പായിട്ടും. അപ്പോ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ആനിമേറ്റർക്ക് വേണ്ട ക്വാളിറ്റീസിൽ ഈ സ്ട്രഗ്ലിംഗ് എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ലാന്ന്. അപ്പോൾ പേഷ്യൻസും സ്ട്രഗ്ലിങ്ങും ഒക്കെ കൈവശമാക്കിയിട്ടുള്ളവരെ നിങ്ങൾക്ക് സ്വാഗതം ആനിമേഷൻ വേൾഡിലേക്ക്. അപ്പോൾ ജോലി സാധ്യതകളും അതുപോലെ ഈ ഒരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന സാലറിയും ചെറിയ കാര്യമല്ല. പക്ഷേ നല്ല രീതിയിലുള്ളൊരു എഫേർട്ട് നമ്മൾ അതിലേക്ക് കൊടുക്കണം എന്നുള്ളത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ നമ്മൾ ആനിമേഷൻ മേഖലയെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നുണ്ട്. അതിൽ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സോഫ്റ്റ്വെയറിനെ പറ്റി അറിയാന്നുള്ളത്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർസ്, ആനിമേറ്റേഴ്സ് കൂടുതലും യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസിന്റെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ പാട്ട് കഴിഞ്ഞാൽ ക്രിസ്റ്റി സാറിനടുത്ത് ചോദിക്കുന്നതാണ്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ഉയരെ. യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. നമ്മൾ ആനിമേഷൻ എന്ന മേഖലയെ പറ്റിയിട്ടാണ് ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. വാഴക്കാല KMM കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ക്രിസ്റ്റി ബാബു സാറാണ് നമ്മോടൊപ്പം ഇന്ന് ചേർന്നിട്ടുള്ളത്. ക്രിസ്റ്റി സാർ, നമുക്കിനി അറിയാനുള്ളതേ ഏതൊക്കെ സോഫ്റ്റ്വെയർസ് ആണ് കൂടുതലായിട്ടും ഈ ആനിമേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടാവുക? ഓക്കെ, ഈ വല്ലഭന് പുല്ലുമായതോ എന്ന് പറയുന്ന പോലെ ഇതിനകത്ത് ടൂൾസ് ഏതാണെങ്കിലും നമുക്ക് നമ്മുടെ വർക്കിലാണ് അല്ലെങ്കിൽ നമ്മുടെ സ്കില്ലിലാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. പക്ഷെ നമ്മളൊരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പം അവർക്ക് അവരുടേതായ ഒരു ടൂൾ സെറ്റ് ഉണ്ടാവും. അപ്പം എല്ലാവരുടെയും കൂട്ടത്തിൽ നമ്മൾ മിങ്കിൾ ചെയ്തില്ലെങ്കിൽ ഗ്രൂപ്പായിട്ടായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. ആ സമയത്ത് നമുക്ക് അവരുടെ ഒരു രീതിയിൽ പാറ്റേണിൽ പോകേണ്ടി വരും. അപ്പം അവരേതാണ് യൂസ് ചെയ്യുന്നത് ആ ഇതാണ് നമ്മൾ കൂടുതലും ഫോളോ ചെയ്യുന്നത്.
അതേസമയത്ത് ഫ്രീലാൻസ് പോകുന്ന സമയത്ത് നമുക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ആ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്താൽ മതിയാവും. പക്ഷെ ഒരു കമ്പനിയിലോട്ട് വരുമ്പോൾ നമ്മൾ ചെയ്യുന്നതിന്റെ ബാക്കിയായിരിക്കും മറ്റേ ആൾ ചെയ്യുന്നത്. സോ അതിനകത്ത് ആ കമ്പനി കൂടുതൽ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ പേ ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 2D വരുമ്പോഴത്തേക്കിന് അല്ലെങ്കിൽ 2D അനിമേഷനകത്ത് നമ്മൾ സ്റ്റാർട്ടിങ് വരുന്ന സമയത്ത് കൂടുതലും വരുന്ന സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ അഡോബിയുടെ ഫ്ലാഷ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമായിരുന്നു. പക്ഷെ ഇപ്പം അവർ ആ ഫ്ലാഷ് എന്ന് പറഞ്ഞ ഇത് തന്നെ മാറ്റി അനിമേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിലാണ് കുറേ വർഷങ്ങളായിട്ട് ആ ബാനറിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ പണ്ട് ഈ പറഞ്ഞ കാർട്ടൂൺ നെറ്റ്വർക്ക് കാലഘട്ടങ്ങളിലൊക്കെ അനുസ്മരിച്ച സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ള പല അനിമേഷനും അന്നത്തെ ഫ്ലാഷ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അതിനകത്ത് അനിമേറ്റ് എന്ന് പറഞ്ഞ ഒരു ഇതിലാണ് പലരും ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ട്യൂൺ ബൂം ഹാർമണി എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ പല വലിയ സീരീസും ഈവൻ 2D മൂവീസിനകത്ത് പോലും അതൊരു പ്രൊഫഷണൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ട്യൂൺ ബൂം ഹാർമണി. പിന്നെ 2D വരുമ്പോൾ ഫോട്ടോഷോപ്പിൽ ചെയ്യുന്ന ആളുകളുണ്ട്. അതായത് ഫോട്ടോഷോപ്പിൽ നമുക്ക് അനിമേറ്റ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഒരു ആക്ടിവിറ്റി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര രസമായിട്ട് തന്നെ നമുക്ക് അനിമേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഫോട്ടോഷോപ്പ്. പിന്നെ ഇതിലേക്ക് ഇനിയും ഉണ്ട് ഒരുപാട് സോഫ്റ്റ്വെയർസ്. ഇപ്പൊ പല ആഫ്റ്റർ എഫക്ട്സിൽ അനിമേറ്റ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ വെച്ചാൽ നമുക്കത് പല ഇതും ലിങ്ക്ഡ് ആയിട്ട് പിന്നെ ബ്ലെൻഡറിന്റെ 2D ഓപ്ഷൻസ് ഉണ്ട്, ഗ്രീസ് പെൻസിൽ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഇതിന്റെ പലതിന്റെ ഡോക്യുമെന്റേഷൻ നെറ്റിൽ അവൈലബിൾ ആണ്. ഇതിൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പല ഫ്രീ കോഴ്സുകളും ഉണ്ടാവും. അപ്പം ഇൻ കേസ് അത് പഠിച്ച് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണ്, നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പെയ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ വെച്ചാൽ കോഴ്സുകളും ഉണ്ടാവും. പിന്നെ ഈ ഫ്രീ സോഫ്റ്റ്വെയർസ് ഒരുപാടുണ്ട്. പിന്നെ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സ്റ്റുഡന്റ് വേർഷൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ 3D വരുമ്പോഴത്തേന് 3D ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് സോഫ്റ്റ്വെയർ ആയിട്ട് മായയാണ് കാണുന്നത്. കാരണം മായ എന്നുള്ളൊരു അനിമേഷൻ സോഫ്റ്റ്വെയർ വേറൊന്നും കൊണ്ടല്ല, ഇപ്പൊ ഏറ്റവും ഈ ഫീൽഡിലുള്ള എല്ലാവരുടെയും വലിയൊരു വ്യാകുലതയും പിന്നെ ഈ മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറഞ്ഞ പോലെ 2 തരത്തിലുള്ള ഫൈറ്റിന്റെ ഒരു സോഫ്റ്റ്വെയറിന്റെ പേരിലുള്ള ഒരു ഫൈറ്റ് ഉണ്ട്. അതായത് മായയാണോ ബ്ലെൻഡർ ആണോ ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. മമ്മൂക്ക ഫാനാണോ ലാലേട്ടൻ ഫാനാണോ എന്നാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതെ, അതേപോലെ തന്നെ ഈ ഫീൽഡിലുള്ളവരുടെ വലിയൊരു ഫൈറ്റ് ആണ് മായ വേഴ്സസ് ബ്ലെൻഡർ. ഇതിനകത്ത് മായ എന്നുള്ളൊരു പെയ്ഡ് സോഫ്റ്റ്വെയറും ബ്ലെൻഡർ എന്നുള്ളൊരു ഫ്രീ സോഫ്റ്റ്വെയറുമാണ്. അതിനകത്ത് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ഇപ്പോഴും മായ ആണ്. അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മായ അവർക്ക് സപ്പോർട്ട് സിസ്റ്റം ഓഫർ ചെയ്യുന്നു. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ മായയുടെ ടീം അവർക്ക് ആ പ്രോബ്ലം അവർക്ക് പരിഹരിക്കാൻ വേണ്ടി അവർക്ക് അപ്പം തന്നെ അസിസ്റ്റൻസ് കൊടുക്കും. പക്ഷെ ബ്ലെൻഡറിനെ സംബന്ധിച്ചോളം അത് കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ആണ്. അതായത് ആ പ്രശ്നം കമ്മ്യൂണിറ്റിയിൽ നമ്മൾ റേസ് ചെയ്ത് കഴിയുമ്പം കമ്മ്യൂണിറ്റിയാണ് അതിന്റെ സോഫ്റ്റ്വെയറിന്റെ ബഗ്ഗുകളും ഒക്കെ ഫിക്സ് ചെയ്ത് അത് കുറച്ച് വെച്ചാൽ സഡൻ ആയിട്ടുള്ള ഒരു ടീം അതിനകത്ത് നമുക്ക് ചിലപ്പം കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു വലിയ പ്രൊജക്റ്റിലേക്ക് വലിയൊരു ബഡ്ജറ്റിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കതൊരു റിലയബിൾ ആയിട്ടുള്ള സോഴ്സ് അല്ല ഇതുവരെ. ഇപ്പം ബ്ലെൻഡർ അതിനു വേണ്ടി കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നിയർ ഫ്യൂച്ചർ ചിലപ്പോൾ ബ്ലെൻഡർ കയറി വരാം, ഈ ഒരു റീപ്ലേസ് ചെയ്യുമായിരിക്കും. എന്തായാലും ബ്ലെൻഡർ ഫാൻസ് തിരിച്ചു വരും അല്ലേ? ഒരുപാടുണ്ട്. ഇപ്പം ഈവൻ ഞാൻ പറഞ്ഞില്ലേ സ്റ്റുഡൻസ് ആയിട്ടുള്ള ആൾക്കാർ വെച്ചാൽ ഇത് ഫ്രീ സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് ഒരുപാട് പേർക്ക് അതിലേക്ക് വരാൻ പെടുന്നത്. പിന്നെ ബ്ലെൻഡർ കൂടുതലും VFX ഇൻഡസ്ട്രിയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. മായ വരുമ്പോഴത്തേന് അനിമേഷൻ അല്ലെങ്കിൽ മൂവി എന്നുള്ള രീതിയിലോട്ട് ഹോളിവുഡ് എന്നുള്ള രീതിയിലോട്ടാണ് കൂടുതലും വരുന്നത്. പിന്നെ ഈ ബ്ലെൻഡർ പല സ്റ്റുഡിയോസും ഇപ്പൊ ഓപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും മായ ഒരിക്കലും ഇപ്പൊ അടുത്ത ഈ ഒരു 10-15 വർഷത്തേക്ക് റീപ്ലേസ് ആവത്തില്ല. അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റുഡിയോസ് ഓൾറെഡി അവരുടെ ബേസ് സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്തിരിക്കുന്നത് മായ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ്. വെച്ചാൽ അവർക്ക് വേണ്ട രീതിയിൽ അതിനെ മാറ്റിയെടുത്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് കാരണം അത്രയും ആർട്ടിസ്റ്റുമാരെ ട്രെയിൻ ചെയ്യുന്ന ഒരു എമൗണ്ടും പിന്നെ ഈ പറഞ്ഞ പോലെ സോഫ്റ്റ്വെയർ റീപ്ലേസ് ചെയ്യുമ്പോൾ അതിൻ്റെതായ വ്യത്യാസങ്ങൾ, അതായത് നമ്മൾ ഒരു വർഷത്തേക്കിന് മാത്രമല്ല ഒരു സോഫ്റ്റ്വെയർ നമ്മൾ എടുക്കുന്നത്. അപ്പം അതിന്റെ എല്ലാ കോസ്റ്റും കൂടെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഒരുപാട് നഷ്ടവും ആവും, പിന്നെ ഒരുപാട് സമയവും നഷ്ടം ഉണ്ടാവും. അതായത് ഈ വർക്ക് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. ഇപ്പൊ അവതാർ 1, 2 കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത അവഞ്ചേഴ്സിന്റെ പണി. അങ്ങനെ ഈ ഗ്യാപ്പിനിടയ്ക്ക് ഇത്ര ആർട്ടിസ്റ്റുമാരെ ട്രെയിൻ ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കാരണം തന്നെ ഇപ്പോഴും ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ് സോഫ്റ്റ്വെയർ 3D വരുമ്പോൾ മായയാണ്. പിന്നെ അല്ലാതെ 3ds Max, ന്യൂക്ക് അങ്ങനെ പല സോഫ്റ്റ്വെയർ 3D വരുന്നുണ്ടെങ്കിൽ പോലും അതിനൊക്കെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ മായ തന്നെയാണ് ഇതുവരെ നിൽക്കുന്നത്. ഓക്കെ, ഇപ്പോ ക്രിസ്റ്റി സാറ്, ഞാൻ ഇവരാരും പരിചയപ്പെട്ടിട്ടില്ലെങ്കിലും ഇപ്പൊ ഞാനും മായ ബ്ലെൻഡർ ഫാനായി മാറിയിരിക്കുകയാണ്.
ഓക്കെ. രണ്ടുപേരും എനിക്ക് തുല്യ ശക്തികളായിരിക്കുകയാണ്. അപ്പൊ എന്തായാലും സാർ, നമ്മൾ കുറെ സോഫ്റ്റ്വെയർസിനെ പറ്റിയിട്ട് അറിഞ്ഞു, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് തന്നെ ക്രിസ്റ്റി സാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം മുൻപ് നമ്മുടെ സംസാരങ്ങളിൽ വന്നു പോയ ഒരാളായിരുന്നു AI എന്ന് പറയുന്ന ആള്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. സോ AIയുടെ ഒരു വരവ് ശരിക്കും ആനിമേഷൻ ഫീൽഡിനെ നല്ല രീതിയിലാണോ അതോ ഒരു ദോഷമായിട്ടാണോ ബാധിച്ചിരിക്കുന്നത്, എഫക്ട് ചെയ്തിരിക്കുന്നത്? അതിനെ കാണുന്ന രീതിയിലിരിക്കും. അതായത് പണ്ട് നമ്മൾ ടൈപ്പ് റൈറ്റർ വെച്ചുകൊണ്ടിരുന്ന കാലത്ത് കമ്പ്യൂട്ടർ വന്നപ്പോഴത്തേക്കിന് അതിനെതിരെ സമരം ചെയ്ത നാടാണ് നമ്മുടെ. അപ്പം ഇത് പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് അതിനെപ്പറ്റി അൺസർട്ടനിറ്റീസ് ഉണ്ടാവും, അതിനെപ്പറ്റി ഒരു പേടി ഉണ്ടാവും. അതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള സാധനമാണ്. ബട്ട് ഇവഞ്ച്വലി ഇത് നമ്മൾ അഡാപ്റ്റ് ചെയ്യും. അതിനെന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ പരിഹരിച്ച് നമ്മൾ അതിലേക്ക് തന്നെ ചെയ്യുകയും ചെയ്യും. അതിനകത്ത് ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഒരിക്കലും പേടിപ്പിക്കുന്ന ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മുടെ സമയം കുറയ്ക്കുന്ന ഒരു സാധനമായിട്ടേ തോന്നിയിട്ടുള്ളൂ. പിന്നെ ആർട്ടിസ്റ്റിക് പരമായ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് അത് എപ്പോഴും സേഫ് തന്നെ ആയിരിക്കും എന്നുള്ളൊരു ഗ്യാരണ്ടി എനിക്കുണ്ട്. വേറെ കൊണ്ടല്ല, നമ്മളെ ഈ ഗുഹാതര കാലഘട്ടം മുതൽ കഥ പറച്ചിൽ എന്നൊരു കല അന്ന് മുതലേ തുടർന്ന് വന്നൊരു സംഭവമാണ്. ഇപ്പോഴും നല്ല രീതിയിൽ കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 പേര് ചുറ്റും കൂടും. ശരിയാണ്, ഉറപ്പായിട്ടും. അതുകൊണ്ട് നമ്മൾ സേഫ് ആണ്. പിന്നെ ഭയങ്കര ഒരു ഗുണമുള്ള ഒരു സംഭവമാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമുക്കിപ്പം ചെറിയ പല ജോലികള്, അതായത് നമ്മൾ ഒത്തിരി മെനക്കെട്ടുകൊണ്ടിരുന്ന പല സാധനങ്ങൾ, അതായത് ഇത് ചെയ്യാതെ നമുക്കത് ബാക്കി മെയിൻ സാധനത്തിലോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനത്തെ ആ ചെറിയ സാധനങ്ങൾ ഒക്കെ ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ AI അത്യാവശ്യം കയറിപ്പോവും. പിന്നെ നമ്മുടെ ബഡ്ജറ്റ് കുറവാണെങ്കിൽ കുറേ നമുക്ക് AI-ക്കകത്ത് സാധനങ്ങൾ കയറ്റി വിടാൻ പറ്റുന്നുണ്ട്. അപ്പം അതിനനുസരിച്ച് നമുക്ക് ഏത് വർക്ക് വേണമെങ്കിലും ഈ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചെയ്യുമ്പോൾ ആ ബഡ്ജറ്റ് നമുക്ക് ലാഭകരമായി വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ വർക്ക് എടുക്കാവുന്ന ഒരു ഇതിലോട്ട് പോകും. അപ്പം AI എന്ന് പറയുന്ന സാധനം എനിക്ക് പിന്നെ ഈവൻ കോഡിങ് പോലത്തെ ഒരു ഇതിലേക്ക് ഇപ്പം അനിമേഷനകത്ത് തന്നെ പല ഇതിനകത്ത് കോഡിങ് വരുന്നുണ്ട്. അത് ഇപ്പൊ നമുക്ക് ആ ഒരു ലാംഗ്വേജ് പഠിക്കുന്നതിന് പകരം ഈ പറഞ്ഞ AI-ക്ക് വെച്ചാൽ നമുക്ക് ഒരു ലോജിക്കലായിട്ടുള്ള ചിന്ത എല്ലാവർക്കും വരുന്ന ഒരു സംഭവമാണല്ലോ. അപ്പൊ നമ്മുടെ ആവശ്യങ്ങൾ ഉണർത്തിച്ചാൽ AI അതിന് സൊല്യൂഷൻ ഉണ്ടാക്കി തരും. അതൊന്ന് പയറ്റി നോക്കുക, ഓൾമോസ്റ്റ് മിക്കതും ശരിയാവും. എനിക്ക് അങ്ങനെ ഈയിടെ ഞാൻ കുറെ നാളായിട്ട് തപ്പിക്കൊണ്ട് കിടന്ന പല കാര്യത്തിനും സൊല്യൂഷൻ AI വഴി കിട്ടിയത് കാരണം ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ സന്തുഷ്ടനാണ്. അപ്പൊ തദവസരത്തിൽ നമ്മൾ AI-ക്ക് ഒരു നന്ദി സൂചകമായിട്ടൊരു പാട്ട് അങ്ങോട്ട് വെച്ചു കൊടുത്താലോ സാർ? ആവാലോ. ഓക്കെ, അപ്പൊ ക്രിസ്റ്റി സാർ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരുന്നതാണ് ആനിമേഷൻ മേഖലയെ പറ്റി കൂടുതൽ കാര്യങ്ങളിലേക്ക്. യു ആർ ലിസണിംഗ് ടു ഉയരെ, പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ, ഓൺലി ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ, പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് ആനിമേഷൻ എന്ന മേഖലയെ പറ്റിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നമ്മോടൊപ്പം കൂടെയുള്ള ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ ഞാൻ വീണ്ടും പരിചയപ്പെടുത്താണ്. വാഴക്കാല KMM കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ക്രിസ്റ്റി ബാബു ലൂക്കോസ്. ക്രിസ്റ്റി സാർ, നമ്മൾ കുറേ അധികം ആനിമേഷൻ മേഖലയെ പറ്റിയിട്ടുള്ള കുറേ ഇൻഫോർമേഷൻസ് സാർ വ്യക്തവും സ്പഷ്ടവുമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയായിരുന്നു. സാറേ, ഇനി നമുക്കൊരു കാര്യം അറിയാനുണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദിച്ചോളൂ. സാർ എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തിയത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെല്ലാം വണ്ടറടിച്ചതിന്റെ കൂട്ടത്തിൽ ഞാനും വണ്ടറടിക്കുന്നുണ്ടായിരുന്നു കുഞ്ഞിലെ. ഓക്കെ, ഒരു ക്വിക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. സാറിന് ചെറുപ്പത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആനിമേഷൻ അല്ലെങ്കിൽ ഒരു കാർട്ടൂൺ ഏതായിരുന്നു? ആനിമേറ്റഡ് കാർട്ടൂൺ ഏതായിരുന്നു? പോക്കിമോൻ. പോക്കിമോൻ ഫാൻ ആയിരുന്നു അല്ലേ? ഞാൻ ടോം ആൻഡ് ജെറിയുടെ ആളായിരുന്നു. നേരത്തെ സാർ ടോം ആൻഡ് ജെറിയുടെ കാര്യം പറഞ്ഞപ്പോ എന്റെ മനസ്സൊന്ന് ടോം ആൻഡ് ജെറി എന്ന് ഞാൻ സ്വയം ഞാൻ അഭിമാനം കൊണ്ട് 2 മിനിറ്റ് എണീറ്റുന്നു എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ ഒരു. ഓക്കെ, അപ്പൊ പോക്കിമോന്റെ ഫാൻ. കമോൺ, നമ്മുടെ ഈ ഒരു മേഖലയിലേക്ക് എങ്ങനെയായിരുന്നു വന്നത്? ഓക്കെ, ചെറുപ്പം മുതല് ഈ പറഞ്ഞ പോലെ കാർട്ടൂൺ നമ്മളെല്ലാരും നമ്മളൊക്കെ ആദ്യം വരയ്ക്കാൻ ശ്രമിച്ചതും ഒക്കെ ഈ പല കാർട്ടൂണുകളായിരുന്നല്ലോ. അതായത് ടോം ആൻഡ് ജെറി ആണെങ്കിലും ഇല്ലെങ്കിൽ ദൂരദർശനത് കാട്ടിലെ കണ്ണന്റെ കൂട്ടത്തിൽ പാട്ട് പാടാത്ത ശനിയാഴ്ച ഉണ്ടായിരുന്ന നമ്മുടെ ജനറേഷനിലുള്ള ആരുമില്ല. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ചാനൽ, പണ്ട് സൂര്യക്കകത്തൊക്കെ ജംഗിൾ ബുക്ക് ഇല്ല, ഏഷ്യാനെറ്റ് ജംഗിൾ ബുക്ക് വരുന്ന സമയത്ത് ഇതേപോലെ തന്നെ ഇരുന്ന് കാണുമായിരുന്നു. അപ്പം അതുപോലെ ഈ ശക്തിമാനത്തൊക്കെ പുള്ളി കറങ്ങുന്നതും ടെറസിന്ന്, ആ സമയത്ത് കുറെ എണ്ണം ടെറസിന്ന് എടുത്ത് ചാടുക, ഇങ്ങനത്തെ ഓരോ പരിപാടികളായിരുന്നു.
പക്ഷെ അതൊക്കെ നമ്മള് ഭയങ്കരമായിട്ട് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്നൊക്കെ നമ്മൾ ഇത് കാണുന്നതും വണ്ടടിക്കുന്നതിന്റെ കൂട്ടത്തിൽ നമ്മുടെ പലരുടെയും മനസ്സിൽ ചിന്തിച്ചു ഇതൊക്കെ എങ്ങനെയായിരിക്കും ഇവര് ചെയ്തിരുന്നത്. അന്ന് നമ്മുടെ കൂട്ടത്തിൽ നാട്ടിലെ പല ആൾക്കാർ തള്ളി മതി ഇതൊക്കെ ക്യാമറ ട്രിക്കടവ് എന്ന് പറഞ്ഞ പിന്നീട് എന്നാലും നമ്മുടെ ഉള്ളിലെ സത്യാന്വേഷിക്ക് പിന്നെയും തപ്പിക്കൊണ്ട് നടന്നു ഇതിന്റെ പുറകിലുള്ള സാധനം തപ്പാൻ. പക്ഷെ അന്നത്തെ കാലത്ത് ഇതിനെപ്പറ്റി അറിവുള്ളവര് ഭയങ്കര കുറവായിരുന്നു. പിന്നെ എനിക്കും ഇതിനെപ്പറ്റി എനിക്ക് തോന്നുന്നു ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഈ അനിമേഷൻ എന്നൊരു സംഭവം ഉണ്ടെന്നൊരു അറിഞ്ഞ. പക്ഷെ എന്നാലും അതിനെപ്പറ്റി വലിയ ധാരണയില്ല. അത് കൂട്ടത്തിൽ തെന്നിത്തെറിച്ച ഒരു കൂട്ടുകാരനെ വകയിലുള്ളൊരു ചേട്ടൻ എവിടെയോ ഒരു അനിമേറ്ററെ കണ്ടെന്നുള്ളോ പുള്ളിയുടെ തള്ളുകഥയ്ക്കകത്ത് ഇവൻ കേട്ടിട്ട് ഇവൻ വന്ന് പറഞ്ഞതിന്റെ ബാക്കിയാണ് ഞാൻ കേട്ടത്. ഓ, അപ്പൊ കുറേ അധികം വഴികളിലൂടെ മറ്റേ നമ്മൾ പറയുമല്ലോ ആരും യാത്ര ചെയ്യാത്ത വഴികളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട് അല്ലേ, കുറെ തള്ളുകഥകളിലൂടെ. അതൊക്കെയാ. പിന്നീട് ഒരു 6ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്കിനും നമ്മൾ ഈ എക്സിബിഷനുകളിലും അങ്ങനെയൊക്കെ പോവായിരുന്നല്ലോ. അപ്പൊ അതിനകത്ത് ഈ പല ബുക്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പടം കാണുന്ന ബുക്ക്, അതായത് വായിക്കുന്ന അക്ഷരവിരോധിയായ ഞാൻ പടം കണ്ടായിരുന്നു അന്ന് ബുക്ക് എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു പടമുള്ള ബുക്ക് തപ്പി പോയപ്പോഴത്തേക്ക് എങ്ങനെ ഈ അനിമേഷനെ പറ്റി ഒരു ഇൻട്രഡക്ഷൻ കിട്ടി. പിന്നെ അതിനകത്ത് പറഞ്ഞേക്കുന്ന സോഫ്റ്റ്വെയർ തപ്പി നടന്ന അന്നത്തെ കാലത്ത് സോഫ്റ്റ്വെയറിന്റെ അവൈലബിലിറ്റി ഒക്കെ ഭയങ്കര ടാസ്ക് ആയിരുന്നു. അന്ന് പിന്നെ കമ്പ്യൂട്ടർ നന്നാക്കാൻ വരുന്ന ചേട്ടനോട് മറ്റേ ബ്രൈബ് ചെയ്ത് ഗെയിം CD മേടിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒരു സോഫ്റ്റ്വെയറിന്റെ CDയും പുള്ളിക്ക് കൈക്കൂലി കൊടുത്ത് മേടിച്ച് അങ്ങനെ തുടങ്ങിയ പണിയാണ്. ഓ, വല്ലാത്തൊരു സ്റ്റോറി. എന്തായാലും ഇന്ന് ഈ കഥകളൊക്കെ നമുക്ക് ഇത്രയും കൃത്യമായിട്ട് പറയാൻ അന്നത്തെ പോക്കിമോൻ ഫാനിനെ പറ്റുമായിരുന്നുള്ളൂ. അപ്പൊ എന്തായാലും സാറിന്റെ ലൈഫിൽ അല്ലെങ്കിൽ ഇത്രയും നാളത്തെ ഒരു ടീച്ചിങ് ലൈഫിൽ സാറിന്റെ മറക്കാനാവാത്ത അല്ലെങ്കിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു വർക്ക് ഉണ്ടോ? മെമ്മറബിൾ ആയിട്ടുള്ള വർക്ക്, ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആർട്ട് വർക്ക് ചെയ്ത് പിറ്റേ ദിവസം ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴത്തേക്കും നമുക്കത് അത്ര പോരാന്നൊരു തോന്നല. ഓ, സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന സാധനം ഭയങ്കര കുറവായിരിക്കും അല്ലെ? ഭയങ്കര പാടാ അത്. പക്ഷെ അങ്ങനെ നമ്മളൊരു കണ്ടൻസ്ഡ് ഫീലില് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഗ്രോത്ത് ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ആക്രാന്തം തുടർന്നുകൊണ്ടിരിക്കുക. അതായത് ഏതെങ്കിലും ഒരു കാലത്ത് ഒരു ക്ലോസ് ഇനഫ് ഫീല് നമുക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. വേറെ കൊണ്ടല്ല, നമുക്ക് ഇത് ചെയ്യുന്ന സമയത്ത് ഇതൊരു ഭയങ്കര ഹെക്ടിക് ആയിട്ടുള്ള ഒരു സ്ട്രെയിനിയസ് ആയിട്ടുള്ള പ്രോസസ് ആയത് കാരണവും പിന്നെ നമുക്ക് അന്നത്തെ കാലത്ത് ഒരു ടീമായിട്ടിരുന്ന് ചെയ്യാനുള്ള ഒരു ബഡ്ജറ്റോ ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ആരെയും കിട്ടത്തില്ല. മിക്കവാറും നമ്മൾ തന്നെ ഇരുന്ന് ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ വേറെ ഒരാളെ എടുത്തു കഴിയുമ്പം അയാൾക്ക് നമ്മുടെ അത്ര ആത്മാർത്ഥത ഇല്ലാന്നൊരു തോന്നലുണ്ടാവും. ഇങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടുകൾ ഉള്ളത് കാരണം തന്നെ നമ്മൾ തന്നെത്താനെ ചെയ്യുമ്പോൾ 10 ഉറുമ്പ് കയറിയാലും ഒരു ലഡു ചുമക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഇതിലേക്ക് നമ്മൾ വരും. പിന്നെ എന്നാലും ഇത് കുറച്ച് സന്തോഷമുള്ള പല സാധനങ്ങൾ വന്നിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. അതായത് നമ്മുടെ വർക്ക് ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയ സന്തോഷം. പിന്നെ ഞങ്ങൾ പണ്ടൊരു VFXന്റെ വർക്ക് ചെയ്ത സമയത്ത് ഒരു സ്റ്റേറ്റ് അവാർഡിന്റെ ഇതിലും ഒക്കെ ഒന്ന് എത്തിപ്പെടാൻ പറ്റും. അതിന്റെ ചില സന്തോഷങ്ങളും. ആ സമയത്ത് ക്രിസ്റ്റി സാർ നമ്മുടെ ജയറാം സാറിന്റെ പോലെ പാപവാ ആ എക്സ്പ്രഷൻ ആയിരുന്നോ? ഏറെക്കുറെ. പക്ഷെ നമ്മളിങ്ങനെ വെളി കാണത്തില്ല. ഞാനിതൊന്നും എക്സ്പെക്ട് ചെയ്ത ഏഷ്യാനെറ്റ് ഉജാല അവാർഡ്സിനകത്ത് കോട്ടിട്ട് പോയിരിക്കുന്ന ടൊവിനോയുടെ അവസ്ഥയായിരുന്നു എനിക്ക്. അതായത് സംഭവം എനിക്ക് കിട്ടിയെന്നാ എനിക്കറിയാം. എന്നാലും നമ്മൾ അറിയാത്ത പോലെ ആർക്കത് നോമിനേഷനൊക്കെ. ഓക്കെ, അപ്പൊ അതായിരുന്നു ഭയങ്കര ഒരു അച്ചീവ്മെന്റ് മൊമെന്റ് ആയിരുന്നു അല്ലെ? ഭയങ്കരമായിട്ട് എന്താ പറയാ, നേടിയെടുത്തു എന്ന് സ്വയം തോന്നിയ ഒരു നിമിഷങ്ങളായിരുന്നു അല്ലെ? ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയും സാറിന്റെ ലൈഫില് കുറേ അധികം ഇതുപോലെ നമ്മുടെ പാപപാ മൊമെന്റ്സ് കുറെ വരട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. നമ്മൾ നേരെ പോകുന്ന ഒരു പാട്ടിലേക്ക്. യു ആർ ലിസ്ണിംഗ് ടു ഉയരെ ഓൺലി ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. യു ആർ ലിസ്ണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. കൂടെയുള്ള തന്നെയാണ് ഇന്ന് നമ്മോടൊപ്പം ആനിമേഷൻ മേഖലയെ പറ്റിയിട്ട് ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ വാഴക്കാല KMM കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ക്രിസ്റ്റി സാറാണ് കൂടെയുള്ളത്. സാറിന്റെ ലൈഫിലെ ആ ഒരു ആനിമേഷൻ കടന്നു വന്നത് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ കുറച്ച് മുൻപേ സംസാരിച്ചിരുന്നു. സാർ, ഇനി നമ്മൾ ബാക്ക് ടു ആനിമേഷൻ കോഴ്സ്. ഓക്കെ,
നമ്മൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. സാർ, ഇപ്പൊ നമ്മൾ കുറെ അധികം നമ്മുടെ സംസാരങ്ങളിൽ വന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങളാണ് ഈ 2D 3D ആനിമേഷൻ, അതുപോലെ സ്റ്റോപ്പ് മോഷൻ ആനിമേഷൻ. അപ്പോൾ ഇത് മൂന്നും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ? 2D എന്ന് പറയുന്നതിനകത്ത് ബേസിക് 2Dക്കകത്ത് ഞാൻ പറഞ്ഞ പോലെ പേപ്പറും പെൻസിലും വെച്ചിട്ടുള്ള ഒരു ഇതാണ്. നമ്മളങ്ങനെ ലൈൻ ടെസ്റ്റ് എന്ന് പറയും. ഇതിനകത്ത് നമ്മൾ വരച്ച് കഴിയുമ്പോഴത്തേക്കിന് അതിന് ആ ഫ്ലോ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ക്യാമറയിൽ ക്യാപ്ചർ ചെയ്തിട്ട് നോക്കും. അത് ഓക്കെ ആയതിനു ശേഷം നമ്മൾ കളർ ചെയ്ത് പിന്നെ നമ്മളത് ക്യാപ്ചർ ചെയ്തെടുക്കും. ഇതാണ് അതിന്റെ പ്രോസസ്സ് ശരിക്കും വരുന്നത്. പിന്നീട് ഇപ്പം ഡിജിറ്റൽ 2Dയിലോട്ട് വരുമ്പോഴും ഇതേപോലെ തന്നെ നമ്മൾ ആദ്യം ലൈൻ ടെസ്റ്റ് തന്നെ ചെയ്ത് നോക്കും. അത് ഓക്കെ ആണെങ്കിൽ നമ്മൾ കളർഡ് ആയിട്ടുള്ള ഒരു വെർഷൻ ഉണ്ടാവും. പിന്നെ അതിനകത്ത് എഫക്റ്റുകളും പരിപാടിയൊക്കെ ആഡ് ചെയ്ത് അങ്ങനെ നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷനകത്ത് ഒരു വീഡിയോ ആക്കി നമ്മൾ എടുക്കും. ഇനി 3Dയിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ക്യാരക്ടർ സ്കെച്ചിന് നമുക്ക് ഓൾറെഡി ഉണ്ടാവും. അത് വെച്ചിട്ട് നമ്മളൊരു ക്യാരക്ടറിനെ മോഡൽ ചെയ്തെടുക്കുക. അതിപ്പം ഒരു ഹോളിവുഡ് ലെവലിലോട്ടുള്ള സംഭവമാണെങ്കിൽ ആദ്യം നമ്മൾ സ്കൾപ്റ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്ലേ മോഡലിംഗ് പോലെ ക്യാരക്ടർ ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ നമ്മൾ റീടോപ്പോളജീസ് എന്നൊരു സംഭവമുണ്ട്. അത് നമ്മുടെ ഈ കമ്പ്യൂട്ടറിന് പെട്ടെന്ന് ഈ പറഞ്ഞ എക്സ്പ്രഷൻസും അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യുമ്പം ഈ ഫേസിലെ മെഷ് പൊട്ടിപ്പോയിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സംഭവമാണ് റീടോപ്പോളജി. ഇതൊക്കെ ചെയ്ത് നമ്മൾ വൃത്തിയായിട്ട് സാധനം എടുത്ത് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ ഡിജിറ്റലി നമ്മൾ പെയിന്റ് ചെയ്യുന്ന പോലെ തന്നെ ഇതിനകത്ത് ടെക്സ്ചറിങ്ങിലോട്ടാണ് പോകുന്നത്. ഇതിനകത്ത് 3D മോഡലിംഗ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ടെക്സ്ചറിങ് ആണ്. ടെക്സ്ചറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 3D മോഡലിന് കളർ കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് ടെക്സ്ചറിങ്. അത് കഴിയുമ്പോൾ നമ്മൾ റിഗ്ഗിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സിലേക്ക് പോകും. റിഗ്ഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ ബോൺ സിസ്റ്റം ഈ ബോഡിക്കകത്തോട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നൊരു പരിപാടിയാണ് 3D റിഗ്ഗിങ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കയ്യിലുള്ള ഈ എല്ലും മസിൽസിന്റെയും ഒരു ആകത്തുകയാണ് നമ്മുടെ മൂവ്മെന്റ്സ്. അതാണ് നമ്മുടെ സ്കിന്നെ കൊണ്ടുപോകുന്നത്. ഇതുപോലെ തന്നെ അതേ ലോജിക്ക് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന സംഭവമാണ് റിഗ്ഗിങ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ കൺട്രോൾസ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മളൊരു പപ്പറ്റ് വെച്ച് കളിക്കുന്ന പോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതിന്റെ അവസാനത്തെ സ്റ്റേജാണ് അനിമേഷൻ. അനിമേഷൻ കഴിയുമ്പോഴത്തേക്കിന് ഈ പറഞ്ഞ പോലെ ഇതിന്റെ ഹെയർ ഇല്ലെങ്കിൽ ക്ലോത്ത് ഇങ്ങനത്തെ പല സിമുലേഷൻസ് ഉണ്ടാവും. ആ സിമുലേഷൻസ് കൺട്രോൾ ചെയ്യുന്ന ആളുകളുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ വെള്ളം, തീ ഇങ്ങനത്തെ ഓരോ പാർട്ടിക്കിൾസ് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഫൈനൽ എഡിറ്റിങ്ങും മിക്സിങ്ങും സൗണ്ടിന്റെ പരിപാടിയും കൂടെ കഴിയുമ്പോഴാണ് നമുക്കൊരു 3D അനിമേഷൻ പുറത്തിറങ്ങുന്നത്. ഇനിയും ഈ 3Dയും 2D അല്ലാതെ വേറൊരു ടൈപ്പ് അനിമേഷനാണ് ഹൈബ്രിഡ് അനിമേഷൻ. അതെന്ന് പറഞ്ഞാൽ ഈ 2Dയും 3Dയും മിക്സ് ചെയ്തും ഇല്ലെങ്കിൽ അതിനിടയ്ക്ക് 2.5D എന്നൊക്കെ പറഞ്ഞിട്ട് പല ഇതിന്റെ റേഞ്ചുകളുണ്ട്. ഇതൊക്കെ മിക്സ് ചെയ്ത് ചെയ്യുന്ന സംഭവങ്ങളാണ് ഈ ഹൈബ്രിഡ് അനിമേഷൻ. പിന്നെ ലൈവ് ആക്ഷൻ മിക്സ് ഉണ്ട്. അതായത് നമ്മുടെ റിയൽ ലൈഫ് ഫുട്ടേജിനകത്തോട്ട് അനിമേഷൻ എലമെന്റ്സോ ക്യാരക്ടറോ ഒക്കെ നമ്മുടെ പഴയ ഓഫാബി ഓർക്കുന്നുണ്ടോ? കേട്ടിട്ടുണ്ട്. യെസ്. മലയാളത്തിലെ ആദ്യത്തെ അനിമേഷൻ ഫിലിം എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഭവം. അനിമേഷൻ ഫിലിം അല്ല, ലൈവ് ആക്ഷൻ പ്ലസ് അനിമേഷൻ ആണ്. അന്നത്തെ കാലത്ത് അത് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് അവര് ഒട്ടുമല്ല. അത് എനിക്ക് ഇപ്പോഴും ഞാൻ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്നൊരു വർക്കാണ്. കാരണം മലയാളം പോലത്തെ അത്രയും ഇങ്ങനത്തെ ഒരു സാധനത്തിന് സപ്പോർട്ട് ഇല്ലാത്ത ഒരു കാലത്ത് അത് അയാൾ ചെയ്ത ഒരു ലീപ്പ് എന്ന് പറയുന്നത് അത് ശരിക്കും അതിനെ സെലിബ്രേറ്റ് ചെയ്യേണ്ട രീതിയിൽ ആരും സെലിബ്രേറ്റ് ചെയ്തിട്ട് പോലും ഇല്ലാത്തൊരു മൂവിയാണ്. ഇല്ല. അപ്പൊ അങ്ങനത്തെ അതിന് നമ്മൾ ലൈവ് ആക്ഷൻ കം അനിമേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഫോർമാറ്റിലാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് ഇതുണ്ട്. ഇതിനെല്ലാം പല പല പ്രോസസ്സുകളുണ്ട്. അത് പറഞ്ഞാൽ തീരത്തില്ലാത്തത് കൊണ്ട് ഈ രീതിയിൽ ഒരു ബ്രീഫ് ചെയ്ത് ഞാൻ വിടാം. ഓക്കെ. അപ്പൊ 2D ആനിമേഷൻ എന്താണെന്നും 3D ആനിമേഷൻ എന്താണെന്നും നമ്മൾ ചെറിയ രീതിയിൽ ഏറ്റവും സൂപ്പർ ആയിട്ട് തന്നെ ക്രിസ്റ്റി സാർ നമുക്ക് പറഞ്ഞു തന്നു. ഇനി സ്റ്റോപ്പ് മോഷൻ ആനിമേഷൻ എന്താണെന്ന് കൂടി നമുക്ക് അറിഞ്ഞാൽ കൊള്ളാം. സ്റ്റോപ്പ് മോഷൻ അനിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഒബ്ജക്റ്റുകൾ വെച്ചോ ഇല്ലെങ്കിൽ കട്ട് ഔട്ട് എന്ന് പറഞ്ഞ ഉള്ള ഒരു ഫോർമാറ്റിലോ ചെയ്യുന്ന സംഭവങ്ങളാണ് സ്റ്റോപ്പ് മോഷൻ അനിമേഷൻ. ശരിക്കും അതിന്റെ ബേസിക് പ്രോസസ് എന്ന് പറയത്രേ ഉള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് ഫോട്ടോസ് എടുത്ത് അതിനകത്തൂടെ നമ്മൾ ഒബ്ജക്റ്റുകളോ ഇല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടേഴ്സ് ആവാം, അത് പല പോസുകളിൽ പോസ് ചെയ്ത് അവസാനം വരുന്ന ഒരു റിസൾട്ടിനെയാണ് നമ്മൾ സ്റ്റോപ്പ് മോഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു മോഷനെ സ്റ്റോപ്പ് ചെയ്ത് ക്യാപ്ചർ ചെയ്യുക എന്നാണ് അതിന്റെ മെയിൻ സംഭവം. അതിനകത്ത് ഏറ്റവും കൂടുതൽ അത് യൂസ് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ ഇവിടെ അഡ്വർടൈസ്മെന്റ് ഇതാണ്. അതായത് അഡ്വർടൈസ്മെന്റ് ഫീൽഡുകളിലാണ് കൂടുതലും സ്റ്റോപ്പ് മോഷൻ അനിമേഷൻ ഭയങ്കരമായിട്ടത് പ്രചാരത്തിലുള്ളത്. പിന്നെ സിനിമകളിലേക്ക് വരുമ്പോഴത്തേക്കിന് സിനിമകളിൽ ഇപ്പം ഹോളിവുഡിലാണെങ്കിലും 3Dയിലാണെങ്കിലും ഒരു സമയത്ത് പല ഓസ്കാർ നോമിനേഷൻ വരെ പോയിട്ടുള്ള പല സിനിമകളിൽ സ്റ്റോപ്പ് മോഷൻ സാന്നിധ്യം ഭയങ്കര ഒരു സജീവമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു.
അതിനകത്ത് അവര് പപ്പറ്റ് അനിമേഷൻ എന്ന് പറയും. അതായത് നമ്മുടെ പഴയ പപ്പറ്റ്, അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പത്തിലൊക്കെ കളിച്ചിട്ടുണ്ടാവും ഈ ആക്ഷൻ ഫിഗേഴ്സ് വെച്ചിട്ടുള്ള സംഭവം. അത് ഒക്കെ സ്റ്റോപ്പ് മോഷൻ അനിമേഷനകത്ത് പെടുന്ന സംഭവമാണ്. പിന്നെ ലീഗോ അനിമേഷൻ, നമ്മുടെ മറ്റേ ഈ ബിൽഡിംഗ് ബ്ലോക്സ് പോലത്തെ ഒരു ടൈപ്പ് സംഭവമുണ്ട്, ലീഗോ എന്ന് പറഞ്ഞിട്ട്. അതെ 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 അതെ, ലീഗോ. ലെഗോന്നും ലീഗോന്നും എങ്ങനെയൊക്കെയോ പറയും, മനസ്സിലായി മനസ്സിലായി. അതും ഇതുപോലെ തന്നെ സ്റ്റോപ്പ് മോഷൻ അനിമേഷൻ അതിന്റെ പല സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പൊ സ്റ്റോപ്പ് മോഷൻ അനിമേഷൻ ഇതുപോലെ ഒരു വലിയൊരു റേഞ്ച് ആയിട്ട്, ഈവൻ നമ്മളുടെ ഇതിനകത്താണെങ്കിൽ പോലും പല സാധനങ്ങൾ മൂവീസിനകത്തും ഒക്കെ നമ്മൾ ഒരുപാട് ഇൻകോപ്പറേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോ നേരത്തെ പറഞ്ഞ ലെഗോ എന്ന് പറയുന്നത് നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്സ് പോലത്തെ പരിപാടിയല്ലേ? അത് തന്നെ അത് തന്നെ. യെസ്, ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചത് തെറ്റിയില്ല. അപ്പൊ എന്തായാലും സാർ, ക്രിസ്റ്റി സാറേ, നമ്മള് കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാനുണ്ട്. സോ അതിന് മുൻപ് എന്താ നമുക്ക് കേൾക്കണ്ടേ? പാട്ട് നിർബന്ധമാണ്. സോ ക്രിസ്റ്റി സാർ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ അപ്പീലില്ല. നമ്മൾ വേഗം പോകുന്നു നെക്സ്റ്റ് പാർട്ടിലേക്ക്. യു ആർ ലിസണിംഗ് ടു ഉയരെ, പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി, കാലത്തിനൊപ്പം കൂടെയുള്ളത് അന്ന. 89.6 FM സർഗക്ഷേത്ര. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഉയരെ, പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. നമ്മൾ കുറേ അധികം നേരമായിട്ട് ഇതാ ആനിമേഷൻ എന്ന ഫീൽഡിനെ പറ്റി ഇങ്ങനെ വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനല്ല, നമ്മുടെ വാഴക്കാല KMM കോളേജിലെ ക്രിസ്റ്റി സാർ. സാർ, ഇനി എനിക്ക് ഒരൊറ്റ കാര്യം മാത്രമേ അറിയാനുള്ളൂ. ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ താല്പര്യപ്പെടുന്നവരോട് സാറിന് എന്ത് അഡ്വൈസ് ആണ് കൊടുക്കാനുള്ളത്? എനിക്ക് ഇത്രയും നേരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ പാട്ട് വരുന്ന കാരണം 6-ാം തമ്പുരാനകത്തെ മോഹൻലാലിനെ ഓർമ്മ. എനിക്കിപ്പോ ആ ഒരു ഫീലാ. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ജഗന്നാഥൻ മടങ്ങിയെത്തിയിരിക്കുന്നു അല്ലെ? കുറെ തന്ത്രങ്ങൾ മെനയാനും കുറെ ആനിമേഷൻ ട്രിക്സ് പറഞ്ഞു കൊടുക്കാനും. അതല്ല, ഇടയ്ക്കിടയ്ക്ക് ഈ പാട്ടൊക്കെ കേട്ടിട്ടേ. അതെ അതെ. ഓക്കെ, അപ്പം എനിക്ക് ഇതിനകത്ത് വലിയ ഉപദേശം തരാനൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളാണ് നമ്മുടെ മറ്റേ ഫേറ്റ് തീരുമാനിക്കുന്നത്. അതിനകത്ത് ഇപ്പം ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങളുടെ താല്പര്യങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും പോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജോബ് നിങ്ങൾക്ക് മടുപ്പ് വെച്ചാൽ ഇത്ര ആലോചിച്ചാൽ മതി. നമ്മുടെ ഒരു ഏജിൽ ഒരു 10, 25, 24 ഒക്കെ ആയിരിക്കും ഒരാൾക്ക് ജോലി കിട്ടുന്നത്. അയാൾക്ക് ഒരു 50 വയസ്സ് വരെ ഇല്ലെ 60 വയസ്സ് വരെ നമുക്ക് ഈ ജോലിയിൽ വേണം കണ്ടിന്യൂ ചെയ്യാൻ. അപ്പം നമുക്ക് ഏത് ജോലി എടുത്താലും നല്ല മടുപ്പായിരിക്കും. അതാണ് സത്യം. സുഖിച്ച് ഒരു ജോലി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വല്ല മാട്രസിന്റെ ടെസ്റ്റർ ആയിട്ട് വല്ലതും പോകേണ്ടി വരും. എല്ലാത്തിനും ജോലി ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യുന്ന സാധനത്തിനകത്ത് ഇൻവോൾവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യുക. കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും അത്ര പല്ലുകടിയില്ലാത്ത സംഭവം ഓടിക്കാൻ പറ്റും. പിന്നെ ഒരു സഫക്കേഷൻ ഇല്ലാതെ നിൽക്കാം എന്നുള്ള ഇതാണ് എൻ്റെ ഫസ്റ്റ് ഒരു ഉപദേശം. പിന്നെ രണ്ടാമത്തെ അനിമേഷൻ്റെ ഒരു ഇതിനകത്ത് നമ്മൾ ഈ വെളിയിലത്തെ ഒരു ഗ്ലാമറോ ഇല്ലെങ്കിൽ ഇതിനകത്ത് വലിയ പ്രശ്നമില്ല, പണിയില്ല, ഇങ്ങനെയൊക്കെ പോകാൻ പറ്റും എന്നുള്ള പല ആൾക്കാരും മിസ്ലീഡിങ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ട് തരുന്നുണ്ടെങ്കിൽ അങ്ങനെ അത് അത്ര എങ്ങോട്ട് ചെവിക്കൊള്ളേണ്ടതേ ഞാൻ പറയുള്ളൂ. വേറൊന്നും കണ്ടല്ല. അതൊരു ഭയങ്കര ഇപ്പം ഈവൻ അഡ്മിഷൻ സമയത്ത് നമ്മൾ കാണുന്ന പറഞ്ഞാൽ ഒട്ടും ഒരു കഴിവും ഇല്ലാത്ത ആളുകൾ വരെ വന്നിട്ട് ഇത് ഇവരുടെ പേരൻസ് പറഞ്ഞ വേറെ കുറെ നോക്കി ഒന്നിനും കിട്ടിയില്ല അതുകൊണ്ട് വന്ന് ചേർക്കുന്നതാണെന്ന്. പക്ഷെ പിന്നെ തട്ടിയും മുട്ടിയും പോവാല്ലോ എന്നുള്ളൊരു ഉദ്ദേശത്തില് അല്ലേ? പക്ഷെ തലമുട്ടി കിടക്കുമെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കിനും അതിന്റെ അപകടം മനസ്സിലാക്കും. പിന്നെ ഈ പിള്ളേർ വീട്ടിൽ ചെന്ന് പേരൻസിനെ അവിടെ പോയി പ്രാക്കേക്കാവുന്നേ ഉള്ളൂ. അത് കാരണം തന്നെ ഇതിനകത്ത് ഇപ്പോഴത്തെ ഒരു സിലബസ് പ്രകാരം തട്ടിമുട്ടി അങ്ങനെ പാസ്സാവത്തില്ല. ഇതുവരെയൊക്കെ ഏറെക്കുറെ അങ്ങനെയൊക്കെ സർവൈവ് ചെയ്ത ആൾക്കാരുണ്ട്. അതുകൊണ്ട് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ഇതിനെ കണ്ട് ഇറങ്ങാൻ പറ്റുന്ന ഇതാണെങ്കിൽ ഏതായാലും സാറ്റിസ്ഫാക്ഷൻ 100% കാറ്റഗറി ആണ് ഈ ഫീൽഡ്. ഇഷ്ടപ്പെട്ട് ചെയ്യുവാണെങ്കിൽ മാത്രം. പിന്നെ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് കമ്മിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരുപാട് അവസരങ്ങളാണ്. പിന്നെ ഈവൻ ഒരു കൊറോണ പോലത്തെ ഒരു അങ്ങനെ എല്ലാം അടഞ്ഞു കിടന്ന ഒരു സമയത്ത് പോലും ഏറ്റവും ലൈവ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആയിരുന്നു നമ്മുടെ അനിമേഷൻ ഇൻഡസ്ട്രി. കാരണം എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ആ സമയത്ത്
ബാക്കി എല്ലാ കൂട്ടത്തിലുള്ള എല്ലാമാരുടെയും പണിയും പോയി വീട്ടിലിരുന്ന സമയത്ത് എനിക്ക് ഫ്രീലാൻസിന്റെ ഇട്ടുകളിയായിരുന്നു. കാരണം വെച്ചാൽ ഇഷ്ടംപോലെ വർക്കുകൾ ഉണ്ടായിരുന്നു. കാരണം ആ സമയത്ത് പല വിദേശത്തുള്ള പല കമ്പനികളും ഈ ഹൈബ്രിഡിലെ വർക്ക് ഫ്രം ഹോം എന്നൊരു ഇതിലേക്ക് വന്നപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇപ്പം ഓൾമോസ്റ്റ് എല്ലായിടത്തും വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞ ഒരു പുതിയൊരു ജോലിയുടെ പാറ്റേൺ ആയിട്ട് അങ്ങ് മാറി. അത് ഭയങ്കര ഒരു അവസരമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇപ്പം നമ്മളെ പലർക്കും US-ലോ ഇല്ല ഒരു വിസയുടെ അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും, ഇല്ലെങ്കിൽ അങ്ങോട്ട് പോകണം എന്നുണ്ടെങ്കിൽ. പക്ഷെ അതേ സമയത്ത് അവിടെ ഒരു US കമ്പനിയിൽ ജോലി ചെയ്യാൻ വേണ്ടി അത്ര പാടില്ല. കാരണം അവരെ സംബന്ധിച്ചോളം അവർക്കും ബെനിഫിഷ്യറി ആണ്. നമുക്ക് നല്ല നല്ല ആർട്ടിസ്റ്റുമാരുമായിട്ട് കൊളാബ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഇത് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടും നല്ലൊരു ഒരു എന്താ ലോങ് റണ്ണിലാണെങ്കിലും പോകാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ട് ഞാനിതിനെ കാണുന്നുള്ളൂ. അപ്പൊ ആ ഒരു മൈൻഡോട് കൂടി ഇതിനെ സമീപിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞ പോലെ ഒരു ഡയലോഗാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. സെക്കൻഡ് ഗോഡ്സ്. ശരിക്കും ഒരു ദൈവങ്ങൾ തന്നെയാണ്. ജീവനില്ലാത്ത വസ്തുക്കളെ ജീവൻ വെപ്പിച്ച് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു ലോകത്തിലേക്കായിരുന്നു നമ്മുടെ ഇന്നത്തെ ഉയരയുടെ ഒരു ജേർണി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മായാലോകത്തിന്റെ കുറേയധികം ട്രിക്സ് ആൻഡ് ടിപ്സ് ഒക്കെ പറഞ്ഞു തരാൻ കൂടെ ഉണ്ടായിരുന്നത് വാഴക്കാല KMM കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ക്രിസ്റ്റി ബാബു ലൂക്കോസ്. ക്രിസ്റ്റി സാറായിരുന്നു. ക്രിസ്റ്റി സാർ, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു താങ്ക്സ് ആണ് എനിക്ക് ഈ ഒരു സമയത്ത് പറയാനുള്ളത്. കാരണം കുറേയധികം സമയം നമ്മൾ ഈ ഒരു വിഷയത്തെ പറ്റി സംസാരിച്ചു, പക്ഷേ അത് ഏറ്റവും എൻഗേജിങ് ആക്കി മാറ്റാൻ പറ്റിയത് സാറിന്റെ ആ ഒരു പ്രസന്റിങ് വേ ആയിരുന്നു കേട്ടോ. അത് ഭയങ്കരമായിട്ട് ആളുകൾക്ക് മനസ്സിലാക്കാനും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് എനിക്ക് 100% ഉറപ്പാണ്. സോ താങ്ക് യു സോ മച്ച് സർ ഫോർ ബീങ് വിത്ത് അസ്, ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിന് കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ ദിസ് പ്ലാറ്റ്ഫോം ആസ് വെൽ. ഓക്കെ സാർ, അപ്പോൾ എന്തായാലും സാറിന്റെ ഒരു വേ ഓഫ് ടോക്കിംഗ് ഏറ്റവും സ്റ്റുഡൻസിന് നല്ല രീതിയിൽ കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളതുകൊണ്ട് തന്നെയായിരിക്കും സാർ ബെസ്റ്റ് ടീച്ചറായിട്ട് മാറാൻ പറ്റിയത്. എനിക്ക് തോന്നുന്നു നമ്മളിത് എത്ര നേരം സംസാരിച്ചപ്പോഴും സാർ ആനിമേഷൻ്റെ ഓരോ മേഖലയെ പറ്റിയിട്ടും ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു വേ ഓഫ് ടോക്കിംഗ് ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ സിനിമയിലെ ഡയലോഗ് ആണെങ്കിലും നമ്മുടെ പഴഞ്ചൊല്ലുകളിലൂടെയൊക്കെ ആയിരുന്നു സാറിൻ്റെ ഉപമകൾ. അപ്പോൾ ഈ ഒരു കാര്യം തന്നെയായിരിക്കും സാറിനെ ഒരു ബെസ്റ്റ് ടീച്ചർ ആക്കിയതെന്നും ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ. സ്റ്റുഡൻസിനൊക്കെ എന്തായാലും ക്ലാസ്സിൽ നല്ല ടൈം പാസ് തന്നെയായിരിക്കും കിട്ടുന്നത്. ഒരു ആനിമേറ്റർ ആവുന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ എല്ലാവരും ആയിക്കോളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ക്രിസ്റ്റി സാർ പോരെ, ഇത്രയും പോരെ? അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഞാൻ വീണ്ടും താങ്ക്സ് പറയാണ് നമ്മുടെ സർഗക്ഷേത്ര 89.6 FM ഉയരയിൽ സംസാരിച്ചതിന് കേട്ടോ. താങ്ക് യു. ഓക്കെ, അപ്പൊ ഇത്രയും ഭയങ്കര എന്റർടൈനിങ് ആയിട്ട് ഈ പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരുന്ന അന്നയ്ക്കും ഈ ഒരു അവസരം എനിക്ക് ഒപ്പിച്ചു തന്നു സർഗക്ഷേത്രയ്ക്കും. കുറെ നാളായിട്ട് ഇങ്ങനെ ഇതിനെപ്പറ്റി ഒരു പൊങ്കാല പ്രസംഗം നടത്തണം ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, എന്തായാലും ഇപ്പോ നടത്താനായിട്ട് പറ്റി. ഞാൻ വീണ്ടും പറയുന്നു ശ്രോതാക്കളെ, കേട്ടുകൊണ്ടിരിക്കുന്നവരെ, ഞാനിത് പൈസ കൊടുത്ത് അല്ലെങ്കിൽ ഞാനിത് ബ്രൈബ് ചെയ്ത് പറയിപ്പിക്കുന്നതല്ല എന്നുള്ള ഒരു ഒറ്റ ആഹ്വാനത്തോടു കൂടി നമ്മളിതാ ടാറ്റാ ബൈ ബൈ പറയാണ്. കേട്ടുകൊണ്ടിരുന്നത് ഉയരെയായിരുന്നു. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി, കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.